السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം നടത്തിവരുന്ന എന്തുകൊണ്ട് ഫലസ്തീൻ എന്ന പഠന പരിപാടിയുടെ 5ാമത്തെ ദിവസമായി ഇന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. വിശ്വാസി സമൂഹം അവർ പോലും അറിയാതെ ഘട്ടം ഘട്ടമായി സിറിയയുടെ മണ്ണിലേക്ക്, ഷാമിന്റെ പ്രവിശ്യയിലേക്ക് കടന്നു വന്ന രംഗങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയത്. മദീനയുടെ മണ്ണിൽ ഒരു രാഷ്ട്രമായി വിശുദ്ധ ഇസ്ലാം രൂപപ്പെടുമ്പോൾ അതിനെ ഭയപ്പെട്ടുകൊണ്ട് ചുറ്റുഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അക്കാലഘട്ടത്തിലെ വൻ ശക്തികളായിരുന്ന റോമ, ആ റോമും മറ്റൊരു വൻ ശക്തിയായ പേർഷ്യയും ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അവർ നടത്തിയ നീക്കങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്തദിന്റെ നീക്കങ്ങളിലൂടെയും തബൂക്കിന്റെ നീക്കങ്ങളിലൂടെയും എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമായ വേളയിൽ തബൂക്കിന് ശേഷം ഒരു സൈന്യത്തെ തയ്യാർ ചെയ്തു വെച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സൈന്യത്തിന്റെ നായകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട
മുഅ്തദിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നാം വിശദമായി മനസ്സിലാക്കിയ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വലിയ പ്രായമൊന്നുമായിട്ടില്ല. എന്നാൽ മുഅ്തദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് തന്റെ പിതാവിനെ വധിച്ച ആ സൈന്യത്തെ നേരിടുവാൻ തന്നെയാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയത്. ജോർദാനിലെ ബൽഖ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി ഉസാമ റളിയല്ലാഹു അൻഹു ഒരുങ്ങി നിൽക്കുന്ന വേളയിലാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആ സന്ദർഭത്തിൽ മദീന ശോകമൂകമായി. ലോകത്തിന്റെ നേതാവിന്റെ വേർപാട് സഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് കഴിയില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ യാത്ര പുറപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തെ ഒന്നാമത്തെ ഖലീഫയായി രംഗപ്രവേശനം ചെയ്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഖിലാഫത്തിൽ ആദ്യമായി നിർവഹിക്കാനുണ്ടായിരുന്ന ഡ്യൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിവെച്ച ഈ സൈന്യത്തെ ജോർദാനിലേക്ക് പറഞ്ഞുവിടുക എന്നതായിരുന്നു. സ്വാഭാവികമായും ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോ ആ സംഘത്തെ നിരീക്ഷിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു അഭിപ്രായമുണ്ടായി. എന്തായിരുന്നു അഭിപ്രായം? ഉസാമത്ത് ബിൻ സെയ്ദ് എത്ര പക്വത എത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് സൈനാധിപ സ്ഥാനത്ത് നിന്ന്, കമാൻഡർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി വേറെ ആരെങ്കിലും, കുറച്ചുകൂടി പ്രായമുള്ള, പക്വതയുള്ള, പരിജ്ഞാനമുള്ള ആരെങ്കിലും ആക്കിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. അദ്ദേഹം 1-2 ആളുകളോട് പങ്കുവെച്ചു. ആ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തിക്കൊണ്ട് വഅഖദ ബിലിഹ്യത്തിൽ ഫാറൂഖി വഖാല മുഗ്ളബൻ, അങ്ങേറ്റം കോപാകുലനായി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, തഖ്ലതുക ഉമ്മുക വഅദിമതുക യബ്നൽ ഖത്താബ്, ഓ ഖത്താബിന്റെ മകനെ, നിനക്കെന്ത് സംഭവിച്ചു? നിനക്ക് നാശം വരും, നീ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, നീ നാശത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥയിലേക്ക് പോകുമോ? ദേഷ്യം വരുമ്പോൾ അറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇസ്തഅമലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅമുറുനി അൻ അൻസിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച, വല്ലാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു പോയ ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം മാറ്റുവാനാണോ അങ്ങ് കരുതുന്നത്, അങ്ങ് വിചാരിക്കുന്നത്? എങ്കിൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളൂ, വല്ലാഹി ലാ യകൂനു ദാലിക്, അല്ലാഹുവിനെ തന്നെ സത്യം, അത് നടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എന്തു തന്നെ സംഭവിച്ചാലും ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ കമാൻഡറായി ഈ സൈന്യത്തെ നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ ആ സൈന്യം ബൽഖ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയത് നമുക്കറിയാം. വിജയവുമായിട്ടാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ തന്റെ ഉപ്പയെ വധിച്ച, ഉപ്പയെ കൊന്ന സൈന്യവുമായി, പട്ടാളവുമായി നേരിടാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. അതിൽ വിജയം വരിക്കാൻ കഴിഞ്ഞു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളും അകത്തുനിന്നും പുറത്തുനിന്നുമായ നിരവധി അനവധി എതിർപ്പുകളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുന്നതായിട്ടാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവ്, ആ നേതാവ് ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞുപോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് നിന്ന് യാത്രയായപ്പോൾ അതുവരെ ഇസ്ലാമിക ലോകം നേരിട്ടിട്ടില്ലാത്ത പല പുതിയ പ്രതിസന്ധികളും മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ തന്നെ ഇർതദ്ദത്തിൽ അറബ് ഇൻദ വഫാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില അറബി ഗോത്രങ്ങളിൽ അവർ മുർത്തദ്ദുകളായി മാറി. ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോവുകയാണ്. ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ നേരം പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടേ ഉള്ളൂ. ചില കള്ളപ്രവാചകന്മാർ രംഗത്ത് വരികയാണ്. തുലൈഹത്ത് ബിൻ ഖുവൈലിദ് അസ്ദി എന്ന് പറയുന്ന ഒരാള്, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വേറെ ഒരുത്തൻ, സജ്ജാഹ് എന്ന് പറയുന്ന വേറെ ഒരുത്തി, ഇങ്ങനെ പല കള്ളപ്രവാചകന്മാരും വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ, മറ്റു പ്രദേശങ്ങളിൽ, ഇസ്ലാം നവാഗതമായി കടന്നു ചെന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പല ആളുകളും പ്രത്യക്ഷപ്പെടുകയാണ്. അവർ പുതിയ അതിവാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. അവർ വുഫൂദുകളെ, സംഘങ്ങളെ മദീനയിലേക്ക് പറഞ്ഞുവിടുകയാണ്. അതിലൊരു സംഘം പറഞ്ഞത് അവർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഓക്കെയാണ്, സകാത്ത് കൊടുക്കുകയില്ല എന്ന് വാദിച്ച ഒരു സംഘം ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സ്ഥിതിക്ക് സകാത്ത് ശേഖരിക്കുവാനും സകാത്ത് കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നബിയോടാണല്ലോ കൽപ്പിച്ചത്. അതുകൊണ്ട് റസൂൽ ഇവിടെയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി സകാത്ത് കൊടുക്കില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് പല സംഘങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് ആ സന്ദർഭത്തിൽ ലൗ മനഊനി അഖാലൻ ലജാഹത്തുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ സകാത്ത് നൽകുമ്പോൾ സകാത്ത് ആയി നൽകുന്നത് ഒരു ഒട്ടകമാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ കയർ ആ കാലഘട്ടത്തിൽ നിങ്ങൾ നൽകുകയും, എന്നാൽ ആ കാലഘട്ടത്തിനു ശേഷം ഇന്ന് നിങ്ങൾ സകാത്ത് നൽകുമ്പോൾ ഒട്ടകത്തെ സകാത്ത് നൽകിയിട്ട് ഒട്ടകത്തിന്റെ കയർ നിഷേധിച്ചാൽ ആ കയറിന് വേണ്ടി ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിനയാന്വിതനായി പതിഞ്ഞ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ചരിത്രത്തിലെ ചില നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വേള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും ആ സന്ദർഭത്തിൽ ആ പ്രഖ്യാപനത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ സമയമെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ സകാത്ത് നിഷേധികളായ ഒരു സംഘം ആളുകൾ, കള്ളപ്രവാചകന്മാരുടെ പിന്നാലെ പോയ വേറെ കുറെ ആളുകൾ, മാത്രമല്ല അതിനു പുറമെ നികുതി നിഷേധവുമായി കടന്നു വന്ന മാലിക് ഇബ്നു നുവൈറ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇങ്ങനെ ആഭ്യന്തരമായ നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്നു. ഈ അകത്ത പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ പുറത്തോ അതിലും വലിയ പ്രശ്നങ്ങളാണ്. പുറത്തു നിൽക്കുന്നത് ലോകത്തെ വൻകിട ശക്തികളാണ്. ഇറാഖിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പേർഷ്യൻ വൻ ശക്തികൾ തമ്പടിച്ചിരിക്കുന്നു. അതിന്റെ ഇപ്പുറത്ത് സിറിയ, ആ സിറിയയുടെ ഭാഗത്ത് റോമക്കാർ തമ്പടിച്ചിരിക്കുന്നു. ആ രംഗമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മദീനയുടെ അതിർത്തികളിൽ മുഴുവനും സൈന്യം, അതും ചെറിയ സൈന്യങ്ങളല്ല, വൻകിട ശക്തികൾ. ഒരു ഭാഗത്ത് ഇറാഖിന്റെ ഭാഗത്ത് പേർഷ്യക്കാരും സിറിയയുടെ ഭാഗത്ത് റോമക്കാരും, ഇങ്ങനെ
അതിർത്തി പ്രദേശങ്ങൾ മുഴുവനും സൈന്യം വന്നു നിൽക്കുകയാണ്. അവരവിടെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയുമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ആർമിയെ, തന്റെ പട്ടാളത്തെ 11 വിഭജിച്ചു. 11 ബറ്റാലിയനുകളാക്കി മാറ്റി. അതിൽ ഏറ്റവും വലിയ ബറ്റാലിയൻ, ആ ബറ്റാലിയൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ വലിയ പട്ടാള സംഘത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ ഭാഗത്തേക്ക് അയച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. അവിടെ പേർഷ്യക്കാരിങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ അവർക്ക് റോമക്കാരെ വേണ്ട, നേരെ മറിച്ച് ഇവരെ മതി. റോമക്കാരെക്കാളും അതീശത്വം വാഴാവുന്ന രൂപത്തിൽ ഇവർ ഉയർന്നു വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാലഘട്ടത്തിലെ പേർഷ്യൻ വൻശക്തി ഈ ഇസ്ലാമിക സമൂഹത്തെ നേരിടുവാൻ വേണ്ടി കിട്ടി ഇറാഖിന്റെ മണ്ണിൽ തമ്പടിക്കുമ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ആ വേള ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടു. അവിടെ തമ്പടിച്ചിരുന്ന മുഴുവൻ സൈന്യത്തോടും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോരാടി. ആ വൻശക്തികളോട് പോരാടുക മാത്രമല്ല, ഏറ്റവും വലിയ വിജയം വരിച്ചുകൊണ്ടാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുന്നേറിയത്. അവിടെ നിന്നുള്ള യുദ്ധാർജിത സ്വത്തുക്കൾ മദീനയുടെ മണ്ണിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കൊടുത്തുവിടുകയാണ്. മദീനയിൽ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിന്റെ സമീപത്ത് പോയി നിന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഖുറൈശികളെ വിളിച്ചു പറയുകയാണ്, അവിടെ കൂടിയ മനുഷ്യരെ വിളിച്ചു പറയുകയാണ്, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, ഇന്ന അസദക്കും ഖദ് അദാ അലൽ അസദ് ഫഗലബഹു അലാ ഖറാദിലി. ഇതാ നമ്മുടെ സിംഹം, നിങ്ങളുടെ സിംഹം, ആ സിംഹം മറ്റൊരു സിംഹത്തിന്റെ മടയിൽ പോയി ഇതാ ആക്രമിച്ചിരിക്കുന്നു. എന്നിട്ട് ആ സിംഹത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഖാലിദ് ബിൻ വലീദ്, ലോകത്തെ മറ്റു സ്ത്രീകൾ പരാജയപ്പെട്ടുപോയി, അശക്തരായിപ്പോയി ഖാലിദ് ബിൻ വലീദിനെ പോലെ ഒരു മകനെ പ്രസവിക്കുന്ന കാര്യത്തിൽ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളായിരുന്നു അത്. കാരണം ഏകപക്ഷീയമായ വിജയമാണ്. ഒരിടത്തും പരാജയപ്പെടാതെ ഇങ്ങോട്ട് വന്നക്രമിച്ച സർവ്വ സൈന്യത്തെയും നേരിട്ട് പരാജയപ്പെടുത്തി മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിലേക്ക്, അതിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് വിജയം വരിച്ചുകൊണ്ട് മുന്നേറിയ ചരിത്രം. അതൊരു ഭാഗത്ത് നടക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ മുർത്തദ്ദുകളായ ആളുകൾ, അവരെ നേരിടുവാൻ വേണ്ടി ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ തീമയിലേക്ക് പറഞ്ഞുവിട്ടു. അദ്ദേഹം ഈ മുർത്തദ്ദുകളായ ആളുകളെ നേരിടാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ പരിസര പ്രദേശങ്ങളും അതിനപ്പുറത്തുള്ള ഭാഗങ്ങളിലുമൊക്കെ വലിയ ശക്തികൾ വന്ന് നിൽക്കുകയാണ്. അവിടെ റോമയാണ്, അവിടെ റോം വന്ന് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഇവിടെ പേർഷ്യയുമായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് റോമിന്റെ ശക്തികൾ മുഴുവൻ വന്നുകൊണ്ട് അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് എന്നുള്ളതാണ് ചരിത്രം നന്നായി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. കാരണം ഇസ്ലാമിക സമൂഹത്തിന് കടന്നു ചെല്ലാനുള്ള വഴി തുറക്കുകയാണ് അവിടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പട്ടാളത്തെ ആർമിയെ വിളിച്ചു. എന്നിട്ട് അതിൽ 4 ബറ്റാലിയൻ നേരെ അവരെ പറഞ്ഞുവിടുകയാണ് സിറിയയുടെ ഭാഗത്തേക്ക്. വിവരം കിട്ടിയ ഉടൻ തന്നെ അതിലൊന്ന് മഹാനായ യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ദമസ്കസിലേക്ക്, അതുപോലെ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹിംസിലേക്ക്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിലേക്ക്, ശുറഹ്ബീൽ ബിൻ ഹസനയുടെ നേതൃത്വത്തിൽ നേരത്തെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പോയ ബൽഖായിലേക്ക്, ജോർദാനിലെ ബൽഖായിലേക്ക്, ഇങ്ങനെ 4 സൈന്യമാക്കി തിരിച്ചതെല്ലാം ഏകദേശം അടുത്തടുത്ത പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലേക്കൊക്കെ അവരെ ഒക്കെ നേരിടുവാൻ വേണ്ടി 4 രൂപത്തിൽ 4 ബറ്റാലിയനായിക്കൊണ്ട് സൈന്യത്തെ പറഞ്ഞുവിടുകയാണ്. അതിനു പുറമെ 5ാമതായി മഹാനായ ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു റിസർവ് സൈന്യം, അഥവാ അവരെ റിസർവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ ഇടപെടാൻ വേണ്ടിയിട്ടൊരു സൈന്യത്തെയും നിയോഗിക്കുകയുണ്ടായി.
അങ്ങനെ അവർ നേരെ സിറിയയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. റോമക്കാർ കുടികൊള്ളുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോ നമുക്കറിയാം വലിയ സൈന്യമാണ്, വലിയ സംഘങ്ങളാണ്. ആ സംഘങ്ങളുമായുള്ള പോരാട്ടത്തിന് നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കരുത്തു വേണം അവർക്ക് എന്നവർ മനസ്സിലാക്കുകയാണ്. അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി കരുത്തവർക്ക് കിട്ടണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പേർഷ്യയുടെ ഭാഗത്ത് വിജയഭേരി മുഴക്കിക്കൊണ്ട് മുന്നേറുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വിവരമറിയിച്ചു, താങ്കൾ നേരെ സിറിയ അതിന്റെ ഭാഗത്ത് വിശ്വാസികളായ ആളുകൾ യുദ്ധത്തിന് വേണ്ടി പോയിടത്തേക്ക് എത്തണം എന്നുള്ളത്. ഈ കാലഘട്ടമല്ലല്ലോ അക്കാലഘട്ടം. യാത്രാ സംവിധാനങ്ങൾ കുറവാണ്, എയർപോർട്ടുകളില്ല, വിമാനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, മറ്റു മാർഗങ്ങളില്ല. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുമ്പോ മാസങ്ങളെടുക്കും അവിടെ എത്താൻ. വിശ്വാസികൾ സിറിയയുടെ ഭാഗത്തേക്ക് പോയിട്ടുള്ള വിശ്വാസികളുടെ ആ സൈന്യത്തിന്റെ അടുക്കലെത്താൻ മാസങ്ങളെടുക്കും. അദ്ദേഹം വഴികളെക്കുറിച്ചൊരു പഠനം നടത്തി. കുറിച്ചൊരു പഠനം നടത്തിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു വഴിയുണ്ട്. ആ വഴി ഒരിക്കലും യാത്രാ സുഗമമായ വഴിയല്ല. അങ്ങേറ്റം പരുക്കൻ മരുഭൂമിയാണ്, കുടിക്കാൻ വെള്ളം കിട്ടില്ല, ഒരു പച്ചിപ്പ് കാണില്ല. പക്ഷേ ആ വഴിയിലൂടെ പോയാൽ 5 ദിവസം കൊണ്ട് വിശ്വാസികൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് സിറിയയുടെ ഭാഗത്തേക്ക് എത്താമെന്ന് മനസ്സിലാക്കിയ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒട്ടകങ്ങളെ കൊണ്ട് നന്നായി വെള്ളം കുടിപ്പിച്ച് എന്നിട്ട് അതിന്റെ വായകൾ കെട്ടി പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തി ഐതിഹാസികമായ ഒരു യാത്ര നടത്തുകയാണ്. ചരിത്രത്തിൽ ആ യാത്രയെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകും. അത്ഭുതകരമായ ഒരു സൈന്യം, ഒരു യാത്ര, ഒരു പടയോട്ടം, മാസങ്ങൾ താണ്ടി എത്തേണ്ടടുത്ത് 5 ദിവസങ്ങൾ കൊണ്ട് എത്തുവാനുള്ള സാഹസികമായ യാത്ര. ആ യാത്രക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ മാത്രമല്ല, വെള്ളത്തിന് വേണ്ടിയിട്ട് ഒട്ടകങ്ങൾ ഒരുക്കി ഒട്ടകത്തെ മാക്സിമം വെള്ളം കുടിപ്പിച്ച് അങ്ങനെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ നിന്ന് 5 ദിവസങ്ങൾ കൊണ്ട് ഓടിയെത്തുകയാണ് വിശ്വാസി സമൂഹത്തിന്റെ അടുക്കിലേക്ക്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എത്തിക്കഴിഞ്ഞപ്പോൾ ആവേശമായി ആ സംഘത്തിന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, 4 വ്യൂഹമായി അവിടെ നിലകൊണ്ടിരുന്ന ആ സംഘത്തെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒറ്റ സംഘമാക്കി മാറ്റി, ഒരു സംഘമാക്കി മാറ്റി. എന്നിട്ട് വർഷങ്ങളായി മാസങ്ങളായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോമക്കാരുമായി അവരെ നേരിടുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇവരെ എല്ലാവരെയും ഒറ്റ സംഘങ്ങളാക്കി മാറ്റിയിട്ട് 4 കമാൻഡർമാരോട് പറഞ്ഞു, 4 ദിവസം ഓരോരുത്തർ മാറി മാറി വരിക. ഒരാൾ ഇന്ന് കമാൻഡർ ആണെങ്കിൽ അടുത്ത ദിവസം അടുത്തയാൾ, അങ്ങനെ 4 കമാൻഡേഴ്സിനെയും അവർക്കുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്നെ കമാൻഡറായി മാറി. നമുക്കെല്ലാവർക്കും അറിയാം ആ സംഭവം അജ്നാദൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. അജ്നാദൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ആ സൈന്യം മുന്നേറുന്നതിന് മുമ്പ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ പട്ടാളത്തെ, തന്റെ സൈന്യത്തെ, തന്റെ ആർമിയെ ഒരുക്കി നിർത്തിക്കൊണ്ട്, അവരെ അണിയണിയാക്കി നിർത്തിക്കൊണ്ട് അവരോട് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. എന്താണ് ആ പ്രഭാഷണം? ഓ ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ മിൻ അയ്യാമില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. ലാ യംബഗി ഫീഹിൽ ഫഖ്റു വലൽ ബഗ്യു, ഇവിടെ നമുക്ക് ഒരാളോടും പക മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. ഇവിടെ നമുക്ക് പൊങ്ങച്ചെന്നടിക്കാനില്ല. ഏതെങ്കിലും ഒരാളോടുള്ള പക കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പൊങ്ങച്ചത്തിനു വേണ്ടിയോ ആവരുത് യുദ്ധം. അഖ്ലിസു ജിഹാദക്കും, അല്ലാഹുവിനെ മാത്രമാക്കുക നിങ്ങൾ, ഇതിൽ ഇഖ്ലാസുള്ളവരാവുക നിങ്ങൾ. വഅരീദുല്ലാഹ ബിഅമലിക്കും, നിങ്ങളുടെ അധ്വാനം മുഴുവനും, നിങ്ങളുടെ പരിശ്രമം മുഴുവനും, നിങ്ങളുടെ അമലുകൾ മുഴുവനും അല്ലാഹുവിനെ മാത്രമാക്കി പടച്ചവനെ സമർപ്പിച്ചു കൊണ്ടുപോകണം. വഇന്ന ഹാദാ യൗമുൻ ലഹു മാ ബഅദഹു ലൗ റദദ്നാഹുൽ യൗമ ഇലാ ഖന്ദഖിഹിം ഫലാ നസാലു നറുദ്ദുഹും വഇൻ ഹസമൂനാ ലാ നുഫ്ലിഹു ബഅദഹാ അബദാ. ഇവിടെ നിന്നൊരു തിരിച്ചുപോക്കില്ല. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുവെങ്കിൽ വിജയവുമായിട്ടല്ലാതെ ഒരു മടക്കമില്ല. നമ്മയും കൊണ്ട് ഇവർ ഖന്ദഖിലേക്ക്, ഒരു കിടങ്ങിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ അവരെ വിടുകയില്ല, നമ്മൾ ഒരിക്കലും പിന്തിരിയുകയില്ല. വഇൻ ഹസമൂനാ ലാ നുഫ്ലിഹു ബഅദഹാ അബദാ.
ഇന്നെങ്ങാനും നമ്മൾ പരാജയപ്പെട്ടു പോയാൽ പിന്നീട് നമുക്ക് മുന്നിൽ വിജയമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി മുന്നേറുകയല്ലാതെ, ശക്തമായി ചെറുത്തു നിൽക്കുകയല്ലാതെ ഒരിക്കലും തിരിഞ്ഞുപോക്കില്ല എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ പ്രഭാഷണം. ആ സൈന്യം മുഴുവൻ ഏറ്റെടുത്തു, ഒരു കരുത്തായി ഏറ്റെടുത്തു. അവർ മുന്നോട്ട് പോയി. ഖുദ്സിന്റെ തെക്കുഭാഗത്ത് കുടികൊള്ളുന്ന അജ്നാദൈൻ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് ചെന്നുകൊണ്ട് അവർ പോരടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പോരാട്ടത്തിൽ വിശ്വാസികൾക്ക് വിജയം നൽകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, റോമക്കാരുമായി നടത്തിയ ആ പോരാട്ടത്തിൽ വിശ്വാസികൾക്ക് വിജയം നൽകിക്കഴിഞ്ഞപ്പോ അവർ വീണ്ടും മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്നു, ദമസ്കസിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ദമസ്കസ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പട നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘത്തിന് കെഴുതുങ്ങാൻ പോവുകയാണ്. യർമൂക്കിന്റെ മണ്ണിലേക്ക് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള പട്ടാളം സൈന്യം ഒരു വലിയ കോട്ടക്കുള്ളിൽ സർവ്വവിധ സന്നാഹങ്ങളോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. അവർ പുറത്തേക്ക് വരുന്നില്ല. നേരെ മറിച്ച് വലിയ കിടങ്ങുണ്ടാക്കി ആ കിടങ്ങിന്റെ ഉള്ളിലുള്ള വലിയ ആ കോട്ടക്കുള്ളിൽ കയറിയിട്ട് അതിന്റെ ഉള്ളിൽ അവർ കഴിച്ചുകൂട്ടുകയാണ്. വലിയ വിഭവസമാഹരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അവർ ഭക്ഷണം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് വരുന്നില്ല. യുദ്ധത്തിനൊന്നും വരുന്നില്ല. അവരതിന്റെ ഉള്ളിലാണ്. വിശ്വാസി സംഘം അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കൊടും തണുപ്പാണ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ്. ആ മരം കോച്ചുന്ന തണുപ്പത്ത് വിശ്വാസികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവര് പുറത്തു വരുമോ? പുറത്തു വരുന്നില്ല. മാത്രമല്ല, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സൈന്യം മരം കോച്ചുന്ന തണുപ്പത്ത് അവിടെ നിന്ന് തണുത്തു വിറച്ച അവസാനം മതിയാകുമ്പോൾ തിരിച്ചു പോകുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. 4 മാസക്കാലം നിരന്തരമായി കാത്തിരുന്നുകൊണ്ട്, അവിടെ കുത്തിയിരുന്നുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അങ്ങനെ ഒരു ദിവസം മനസ്സിലായി, അവിടെ ആ കോട്ടക്കുള്ളിൽ അവിടുത്തെ പാത്രിയാർക്കീസിന് ഒരു കുഞ്ഞു പിറന്നു, ഒരു മകൻ പിറന്നു. ആ കുഞ്ഞു പിറന്നപ്പോ മൂപ്പരവിടെ ആ കോട്ടക്കുള്ളിൽ വലിയൊരു സദ്യ നടത്തുകയാണ്. വലിയ ആഡംബരത്തോടെയുള്ള ഒരു സദ്യ. ആ സദ്യയിൽ വീഞ്ഞു കൊടുത്തു, കള്ളു കൊടുത്തു, മദ്യം കൊടുത്തു. അവസാനം അവർ കുടിച്ചു കൂത്താടി. ആ മദ്യത്തിന്റെ ലഹരിയിൽ അകപ്പെട്ടുകൊണ്ട് അവർ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ആ മദ്യലഹരിയിൽ അവർ ഉറങ്ങാൻ തുടങ്ങി. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇത് അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ സൈന്യത്തോട് പറഞ്ഞു, ഞങ്ങളിൽ കുറച്ചാളുകൾ ഈ വലിയ കിടങ്ങ് നീന്തിക്കിടന്ന് ആ കോട്ടയുടെ മുകളിലേക്ക് കയറും. അവിടെ എത്തിക്കഴിഞ്ഞ് തക്ബീർ മുഴക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ അവിടെ എത്തിയെന്ന്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലിറങ്ങി കോട്ടയുടെ കവാടങ്ങൾ തുറക്കും. നിങ്ങൾ ആ സമയത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ വലിയ കിടങ്ങ് തന്റെ സൈന്യത്തിൽ ഒരു സംഘത്തോടൊപ്പം നീന്തി കയറി, കയർക്കോണി ഉണ്ടാക്കി കോട്ടയുടെ മുകളിൽ കയറി. അവസാനം അതിന്റെ വാതിൽ തുറന്ന് അതിന്റെ അകത്തിറങ്ങി അതിന്റെ മുകളിൽ കയറി തക്ബീർ വിളിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സൈന്യം ഭയന്ന് അവശരായി പേടിച്ചുപോയി എന്ന് മാത്രമല്ല, അവർ കീഴടങ്ങുകയാണ്. ചില ആളുകൾ ചെറുത്തുനിൽപ്പ് നടത്താൻ ശ്രമിക്കുകയാണ്. രണ്ടുമുണ്ടായി. ഒരു സംഘം ആളുകൾ കീഴടങ്ങുന്നു, വേറൊരു സംഘം ആളുകൾ ചെറുത്തുനിൽപ്പ് നടത്താൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ റോമക്കാർ പട്ടാളത്തെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടാണ്. ഒരു ചങ്ങലയിൽ 10 പേരെ വീതം ബന്ധിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ പട്ടാളത്തിൽ തന്നെ ഇവർക്ക് വിശ്വാസമില്ല. ഇവർ പിന്തിരിഞ്ഞോടാതിരിക്കാൻ വേണ്ടി ഒരു ചങ്ങലയിൽ 10 പേരെ വീതം കോർത്തുകൊണ്ടാണ് ഇവർ യുദ്ധത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. ആ കിടങ്ങിന്റെ സമീപത്തേക്ക് നീങ്ങുവാൻ ഒരിക്കലും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ കിടങ്ങിന്റെ സമീപത്തേക്ക് സമ്മർദ്ദം മുഴക്കി അവരെ കൊണ്ടുപോവുകയാണ്. അവസാനം സംഭവിച്ചത്, കിടങ്ങിന്റെ വക്കത്തെത്തിയാൽ ഒരാൾ ആ കിടങ്ങിലേക്ക് വീണാൽ മതി, കൂടെ 10 പേര് വീണുപോകും. ആ രൂപത്തിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യുദ്ധതന്ത്രത്തിലൂടെ ഒരു തരത്തിലും വിശ്വാസി സമൂഹത്തെ അതിജയിക്കാൻ കഴിയാതെ ആ സമൂഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ദമസ്കസ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ മണ്ണ് വിശ്വാസി സമൂഹം ഇതാ എല്ലാ പ്രതിരോധങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് വിജയം നേടിയെടുക്കുകയാണ്. ആ കിടങ്ങിൽ വീണുകൊണ്ട് പല റോമൻ പട്ടാളവും ഈ ലോകത്തോട് വിട പറയുകയാണ്. വിശ്വാസികൾ വിജയം വരിച്ചു. സ്വാഭാവികമാണ്. നമുക്കറിയാം, ഹിജ്റ 13 ആ ഹിജ്റ 13 കഴിഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഈ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. യർമൂക്കിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ്
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോ അടുത്ത ഖലീഫ വന്നു. ഖലീഫ ആരാണ്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ അദ്ദേഹം ചെയ്ത ആദ്യത്തെ ഒരു ദൗത്യം യർമൂക്കിൽ പടനയിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്? ആ കത്തിലുണ്ടായിരുന്നത് ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പോരാട്ട നായകൻ, യർമൂക്കിന്റെ മണ്ണിലും അതിനു മുമ്പ് പേർഷ്യയോടും ഒക്കെ പടപൊരുതിക്കൊണ്ട് പോരാട്ട വീര്യം തെളിയിച്ചുകൊണ്ടിരുന്ന മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ആ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വഅസല ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, കമാൻഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കത്താണ്. ആ കത്ത് കിട്ടുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനാണ്. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അബൂ ഉബൈദ തന്നെ ആ സൈന്യത്തിന്റെ കമാൻഡറായി മാറണം എന്നുള്ളതാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ സാഹചര്യത്തെ നേരിടേണ്ടത് എന്നറിഞ്ഞുകൂടാ. മണിക്കൂറുകളോളം അദ്ദേഹം ആ കത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഖലീഫയുടെ ഓർഡറാണ്. അവസാനം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വിളിച്ച് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ കത്ത് നന്നായി വായിച്ചു നോക്കിയതിനു ശേഷം നേരെ ഊർജ്ജസ്വലനായി ആ സൈന്യത്തിന്റെ നേരെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞറിയോ? ബഅസ ഇലൈക്കും അമീന ഹാദിഹിൽ ഉമ്മ, ഇനി മുതൽ നിങ്ങളുടെ കമാൻഡർ ഈ ഉമ്മത്തിലെ അമീനായ, ഈ ഉമ്മത്തിലെ വിശ്വസ്തനായ അബൂ ഉബൈദയാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമീനു ഹാദിഹിൽ ഉമ്മത്തി അബീ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ കമാൻഡർ അബൂ ഉബൈദയാണ് എന്ന് ഒരു സംശയവും ആ സൈന്യത്തിന് വരുത്താതെ ആർജവത്തോടെ, അഭിമാനത്തോടെ, ശക്തിയോടെ ആ സൈന്യത്തോട് വിളിച്ചു പറയുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാര്യം അറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് കാര്യം അറിഞ്ഞുകൂടാ. കാര്യം അറിഞ്ഞുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഈ പ്രഖ്യാപനം നടത്തുമ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അബൂ ഉബൈദയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദുൻ സൈഫുൻ മിൻ സുയൂഫില്ലാഹ് നിഅമ ഫതൽ അശീറ. മറ്റൊരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് വേറൊന്നുമല്ല, ഖാലിദ് ബിൻ വലീദ് സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ ഖഡ്ഗങ്ങളിൽ വെച്ചൊരു ഖഡ്ഗമാണ്, അല്ലാഹുവിന്റെ വാളുകളിൽ വെച്ചൊരു വാളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, നിഅമൽ ഫതാ അശീറ, എത്ര നല്ല യുവാവാണ് ഖാലിദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദിനെ അല്ലാഹുവിന്റെ റസൂൽ പുകഴ്ത്തിയിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ സംഘത്തിന് നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. വലിയ പാഠമുണ്ട് സുഹൃത്തുക്കളെ ഇതിൽ. കാരണം പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച എന്താ? നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വൻകിട രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ ഒരു സ്ഥാനത്ത് നിന്ന്, കേവലം ഒരു പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്, ഒരു ശാഖാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്, ഒരു മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് ആരെങ്കിലും മാറ്റിയാൽ പിന്നീട് ബഹളമായി, ഗ്രൂപ്പായി, മാത്രമല്ല ആ നേതാവ് തന്നെ വേറെ ഒരു പാർട്ടി ഉണ്ടാക്കലായി, വേറെ ഒരു കക്ഷി ഉണ്ടാക്കലായി, ഇങ്ങനെ കണ്ടുശീലിച്ച നമുക്ക് ഈ സംഭവം അത്ഭുതമാണ്. ഈ സംഭവം അത്ഭുതമാണ്. കമാൻഡർ സ്ഥാനത്ത് നിന്ന് ഇതാ തന്റെ സ്ഥാനം കുറച്ചുകൊണ്ട്, സ്ഥാനം എടുത്തു കളഞ്ഞുകൊണ്ട് അടുത്തടുത്തേക്ക് മാറ്റുമ്പോഴും യുദ്ധവീര്യം ഒഴിഞ്ഞു പോകാതെ, ആ സൈന്യത്തെ ഭിന്നിപ്പിക്കാതെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ഉജ്ജ്വലമായ സ്വഭാവ മാതൃക, ഏറ്റവും ഉജ്ജ്വലമായ നേതൃത്വ പാഠവും, ഒരു സമൂഹത്തിന് വേണ്ടി അജയ്യമായി നിലകൊള്ളുന്ന വ്യക്തിത്വം എന്ന നിലക്ക് അദ്ദേഹത്തിന് വലിയ പാഠമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലരെങ്കിലും പിന്നീട് വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു നീരസവും തോന്നിയില്ലേ ആ സന്ദർഭത്തിൽ? നിങ്ങൾക്കൊരു വിഷമവും തോന്നിയില്ലേ ആ സന്ദർഭത്തിൽ? നിങ്ങൾക്കൊരു പകയും തോന്നിയില്ലേ ആ സന്ദർഭത്തിൽ? ആ സന്ദർഭത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാൻ അതിന് ഉമറിനോട് ദേഷ്യം വെക്കാൻ, ഉമറിന് വേണ്ടിയല്ലല്ലോ ഞാൻ യുദ്ധം ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടിയല്ലേ, പടച്ചറബിന് വേണ്ടിയല്ലേ, പിന്നെ എന്തിന് ഞാൻ അസ്വസ്ഥനാകണം, എന്തിന് ഞാൻ പകവെക്കണമെന്ന് ചോദിച്ച മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ മനസ്സിലാക്കണം, സ്വാഭാവികമാണ് നമുക്കും സംശയം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഉമർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആ ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന വേളയിൽ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ
ആ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അതിലും വലിയ ദീർഘവീക്ഷണമുള്ള ആളാണ്. നാടുകൾ, സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദീനും അവനിലുള്ള വിശ്വാസവും തൗഹീദും അത് ഖൽബിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുകയും അത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഈ പടയോട്ടങ്ങളും ഈ വിജയങ്ങളും വന്ന് അതിന്റെ പിന്നാലെ പാഞ്ഞ് ദുനിയാവ് അതിന്റെ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുന്നതിനിടയിൽ അല്ലാഹുവിലുള്ള വിശ്വാസം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പോകരുത് എന്ന അതിനേക്കാൾ ഉയർന്ന ചിന്തയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? കത്തെഴുതിക്കൊണ്ട് തന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, ഇന്നി ലം അഅസിൽ ഖാലിദൻ അൻ സുഖ്തത്തിൻ വലാ ഖിയാന. ഖാലിദ് ഇബ്നു വലീദിനെ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കിയത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല, അദ്ദേഹം വഞ്ചിച്ചതുകൊണ്ടുമല്ല, അൻ സുഖ്തത്തിൻ വലാ ഖിയാന, അദ്ദേഹം വഞ്ചിച്ചതിന്റെ പേരിലോ അദ്ദേഹത്തോടുള്ള പകയുടെ പേരിലോ അല്ല, നേരെ മറിച്ച് വലാകിന്നാസു ഫുതിനു ബിഹി, അദ്ദേഹത്തെ കൊണ്ട് ജനങ്ങൾ ഫിത്നയിലായി, ആളുകൾ ഫിത്നയിലായി. എന്താ ആളുകൾ ഫിത്നയിലായത്? ഖാലിദ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ യുദ്ധം ജയിക്കുന്നത്, ഖാലിദ് ഉള്ളത് കൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന ഒരു ധാരണ ജനങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങി. ഫഅഹബബ്തു അയ്യഅലമു അന്നല്ലാഹ ഹുവസ് സ്വാനി'. ആ സന്ദർഭത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടു ഖാലിദ് അല്ല, ഉമർ അല്ല, അബൂബക്കർ അല്ല, അതല്ലെങ്കിൽ അബൂ ഉബൈദയല്ല, നേരെ മറിച്ച് അല്ലാഹുവാണ്, റബ്ബാണ്, അവനാണ് വിജയം തരുന്നത് എന്ന ബോധം ജനമനസ്സുകളിൽ കെടാതെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീക്ഷണം അതാണ്. ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഖാലിദ് ഇബ്നു വലീദ് അദ്ദേഹമാണ്, അതുകൊണ്ടാണ് വിജയം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുന്നിലിരുന്നു കൊണ്ട് അധ്യാപനങ്ങൾ സ്വീകരിച്ച് പഠിച്ച കാര്യം ഗ്രഹിക്കുന്ന വിഷയത്തിൽ അഗ്രേസരനായ ആളുകളുടെ വ്യതിയാനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുന്നതിന് ഏറ്റവും അധികം വീക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്ത മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് കൃത്യമായ നിലപാടായിരുന്നു. കാര്യം ആളുകൾക്കിടയിൽ അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ഖാലിദ് ഇബ്നു വലീദിനോടും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സനഅത ഫലം യസ്ന കസുൻഇ കസാനിഉ വമാ യസ്നഉൽ അഖ്വാമു ഫല്ലാഹു യസ്നഉ. മുമ്പ് കഴിഞ്ഞുപോയ ഒരു കവി പറഞ്ഞു വെച്ച വാചകം ഓർമ്മിപ്പിക്കുകയാണ്. താങ്കൾ ഏറ്റവും നല്ലത് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ചെയ്യുന്നത് പോലെ വേറെ ആൾക്കും ചെയ്യാൻ കഴിയൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ വമാ യസ്നഉൽ അഖ്വാമു ഫല്ലാഹു യസ്നഉ, ഈ ചെയ്യുന്നവരൊന്നും യഥാർത്ഥത്തിലൊന്നും ചെയ്യുന്നില്ല. നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്, വിജയിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, ചെയ്യുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിലേക്ക് മടങ്ങണം, കാരണങ്ങളിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത്. ഈ ബോധം അവരുടെ ഖൽബിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. ഖാലിദ് ഇബ്നു വലീദ് അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം കാര്യമറിഞ്ഞപ്പോൾ അവരും അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഖാലിദ് ഇബ്നു വലീദ് പുറകോട്ട് പോവുകയല്ല, നേരെ മറിച്ച് മുന്നോട്ട് വരുന്നു. അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറുകയാണ്. പിന്നീട് നമ്മൾ കണ്ട കാഴ്ച എന്താ? ദമസ്കസിൽ നിന്ന് ബീസാനിലേക്ക്, തബ്രിയയിലേക്ക്, ജോർദാനിലേക്ക്, ഓരോ പട്ടണങ്ങളിലേക്കും വിശ്വാസികളായ ആളുകൾ ഓരോരോ ഗ്രാമങ്ങളും ഓരോരോ പട്ടണങ്ങളും കടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലും ഇതുപോലെ തന്നെ കോട്ടപ്രശ്നങ്ങളാണ്. ജോർദാനിന്റെ പല ഭാഗങ്ങളിലും പല ആളുകളും കോട്ടക്കുള്ളിലാണ്, അവിടെ കയറി ഒളിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾ തമ്പടിക്കുകയാണ്. കൊടും തണുപ്പിൽ നിന്നുകൊണ്ട് അവരെ ഉപരോധിച്ച് നിന്നിട്ട് അവസാനം അവരെ കീഴടക്കുകയാണ്. പലയിടങ്ങളിലും യുദ്ധം തന്നെ വേണ്ടി വരാത്ത സാഹചര്യമാണ്. അവർക്ക് ഭക്ഷണം തീരുമ്പോ, വെള്ളം തീരുമ്പോൾ അവർ കീഴടങ്ങി വരികയാണ്. മാത്രമല്ല അവിടുന്ന് ജോർദാൻ കീഴടക്കിയിട്ട് കിന്നസ്രീരിലേക്ക് പോവുകയാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയുള്ളവരുടെയും സൈന്യം ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹാലപ്പോയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സൈന്യം അവരെ നേരിടാൻ വരികയാണ്. ആ ഹാലപ്പോയിൽ വെച്ചുകൊണ്ട് അവരെ നേരിടാൻ വന്ന സൈന്യത്തെയും തുരത്തി ഓടിക്കുകയാണ്. ആ സന്ദർഭത്തിലും കാണാൻ കഴിയുന്നു, കിന്നസ്രീനിൽ ഒരു കോട്ടക്കുള്ളിൽ ഇതുപോലെ സൈന്യം തമ്പടിച്ചിരിക്കുകയാണ്. അവരവിടെ ഒളിച്ചിരിക്കുകയാണ്, പുറത്തേക്ക് വരുന്നില്ല. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സൈന്യം, അദ്ദേഹമുള്ള ആ സൈന്യം തന്നെ ആ കിന്നസ്രീനിൽ കോട്ടക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ സൈന്യത്തിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുകയാണ്. മാസങ്ങളോളം നിൽക്കുകയാണ്. പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, പുറത്തേക്ക് വരാൻ തയ്യാറല്ല. ആ സന്ദർഭത്തിൽ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി.
നടത്തുകയാണ്. എന്താ വിളിച്ചു പറയുന്നതെന്നറിയുമോ? ഇന്നക്കും ലൗ കുന്തും ഫിസ്സഹാബ് ലഹമൽനല്ലാഹു ഇലൈക്കും ഔ ലഅൻസലക്കും ഇലൈനാ. നിങ്ങൾ ഈ കോട്ടയുടെ ഉള്ളിലല്ല, ഇന്നക്കും ലൗ കുന്തും ഫിസ്സഹാബി, നിങ്ങളങ്ങ് മാനത്ത് പോയിട്ട് അവിടുത്തെ മേഘക്കൂട്ടത്തിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നാലും ലഹമൽനല്ലാഹു ഇലൈക്കും, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഔ ലഅൻസിലക്കും ഇലൈന, അല്ലെങ്കിൽ അല്ലാഹു മഴ പെയ്യുന്നത് പോലെ നിങ്ങളെ ഞങ്ങളുടെ മുന്നിലേക്ക് താഴത്തേക്ക് ഇട്ടുതരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോട്ടക്കുള്ളിൽ കയറിയിരുന്നാൽ ഞങ്ങളങ്ങ് പോകുമെന്ന് വിചാരിക്കരുത്, ഞങ്ങളുടെ പിന്നാലെ കൂടാമെന്ന് വിചാരിക്കരുത്. കീഴടങ്ങുകയല്ലാതെ നിർവാഹമില്ല എന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. ആ സംഘവും കീഴ്നിങ്ങുകയാണ്. ഈ വിവരം അങ്ങ് മദീനയിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രഖ്യാപനം അങ്ങ് മദീനയിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുമ്പോ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, യർഹമുല്ലാഹു അബൂബക്കർ, അബൂബക്കറിന് അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ, അബൂബക്കറിന്റെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. കാന അഅലമ ബിർരിജാലി മിന്നീ, എന്നെക്കാൾ ഓരോരുത്തരെയും തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. എന്നെക്കാൾ ആളുകളെ തിരിച്ചറിയാൻ അബൂബക്കറിന് കഴിയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, വല്ലാഹി അന്നി ലം അഅസിൽഹു അൻ ദീബത്തിൻ വലാകിൻ ഖശീതു അയ്യൂകലൻ നാസു ഇലൈഹി. ഒരിക്കലും ഖാലിദ് ബിൻ വലീദിനെ കമാൻഡർ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റിയത് അദ്ദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് വലാകിൻ ഖശീതു അയ്യൂകലൻ നാസു ഇലൈഹി, ആളുകളെല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം ഖാലിദിൽ തവക്കുലാക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം ഖാലിദിലല്ല തവക്കുലാക്കേണ്ടത്, അല്ലാഹുവിൽ തവക്കുലാക്കണമെന്ന ബോധം, വിശ്വാസത്തിൽ ചോർച്ച വരാതിരിക്കാൻ, ഈമാനിൽ ചോർച്ച വരാതിരിക്കാനാണ് അത്തരമൊരു നിലപാട് ഞാൻ സ്വീകരിച്ചത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ സംഘം ഇതാ അടിവെച്ച് അവർ പോവുകയാണ്. അജ്നാദയിൽ നിന്ന് അതേ ദമസ്കസിലേക്ക്, യർമൂക്ക് വഴി ദമസ്കസ് വഴി ജോർദാനിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഇങ്ങനെ താണ്ടി കടന്ന് അവർ മുന്നോട്ട് പോകുമ്പോ രാജാവ് അഥവാ റോമയുടെ ഭരണാധികാരി അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഇനി രക്ഷയില്ല, നേരെ മറിച്ച് ആ സൈന്യം മുന്നേറുക തന്നെയാണ്, അവരെ പിടിച്ചുകെട്ടാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല, അവരിങ്ങോട്ട് വന്നതല്ല, അങ്ങോട്ട് പോയി വിളിച്ചതാണ്, ആ മദീനയുടെ ബൗണ്ടറിയിൽ പോയിട്ട് അവരെ ഇളക്കിക്കൊണ്ടുവന്നതാണ്, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്. പക്ഷേ അവരിതാ തിരിച്ചു വരുമ്പോൾ, അവർ പ്രതിരോധിക്കാൻ വേണ്ടി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്തനായിരുന്ന ആ ഹിർക്കൽ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ഭക്തൻ മാത്രമല്ല, അദ്ദേഹം ഒരു പണ്ഡിതൻ കൂടിയാണ്, ഒരു ബൈബിൾ പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരെ വരികയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് സാധാരണ വരുമ്പോ നാട് വിട്ട് എവിടെയെങ്കിലും പോകേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ, യാത്ര പോകേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ സലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകാറുള്ളതെങ്കിൽ, ആ സന്ദർഭത്തിൽ അഥവാ ഹിജ്റ 15 അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയുന്നത്, അലൈക്കസ്സലാമു യാ സൂരിയ സലാമൻ ലജ്തിമാ ബഅദാ, സിറിയ നിനക്കു സലാം, നിന്നോട് ഞാൻ സലാം പറയുകയാണ്, നിന്നോട് ഞാൻ വിട ചോദിക്കുകയാണ്. ഇത് നമുക്കിടയിൽ ഒരു സംഗമം ഉണ്ടാവുകയില്ല, ഇനി ഇങ്ങോട്ടൊരു മടക്കം ഉണ്ടാവുകയില്ല. ഇല്ല അൻ ഉസല്ലിമ അലൈക തസ്ലീമൽ മുഫാറഖ് വലാ യഊദു ഇലൈക റൂമിയുൻ അബദാ, ഒരിക്കലും ഇനി ഇങ്ങോട്ട് മടക്കമില്ലാത്ത വിധം നിന്നോട് സലാം പറഞ്ഞുകൊണ്ട് ഞാനിതാ പോവുകയാണ്, ഞാൻ നിന്നോട് വിട പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ പോവുകയാണ്. എങ്ങോട്ടാണ്? ഖുസ്തുൻതീനിയയിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം നാട് വിട്ടു പോവുകയാണ്, നാട് ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്, സിറിയ വിട്ടുകൊണ്ട് പോവുകയാണ്, ആ പ്രദേശം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അവിടുത്തെ പട്ടാളമോ ഭരണാധികാരി ഇല്ലാത്ത പട്ടാളമായി മാറുകയാണ്, രാജാവില്ലാത്ത രാജ്യമായി മാറുകയാണ്. ഈ സൈന്യം അങ്ങോട്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇതാ ഹിർക്കൽ രാജാവ് സിറിയയോട് സലാം പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. മാത്രമല്ല പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുണ്ട്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പ്രത്യേകത ഖദ് ഉസ്റാ മഅൽ മുസ്ലിമീന, മുമ്പൊരിക്കൽ മുസ്ലിങ്ങളായ ആളുകൾ അദ്ദേഹത്തെ ബന്ദിയാക്കിയിട്ടുണ്ട്.
മുസ്ലിങ്ങളുടെ കൂടെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. മുസ്ലിം സൈന്യത്തോടൊപ്പം ബന്ദിയായി അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് ഹിർക്കൽ രാജാവിന്റെ കൂടെ ഇതാ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഈ രാജാവ്, ഹിർക്കൽ രാജാവ്, അദ്ദേഹത്തിന്റെ മനസ്സു നിറയെ സൈന്യമാണ്, മുസ്ലിം സംഘമാണ്. ആ ഹിർക്കൽ രാജാവ് അദ്ദേഹം കൊണ്ടുവന്ന വലിയ വലിയ പടകൾ, ആയിരങ്ങളുള്ള, പതിനായിരങ്ങളുള്ള, ലക്ഷങ്ങളുള്ള, 2 ലക്ഷവും 3 ലക്ഷവുമുള്ള സൈനികർ. ആ സൈനികരെ തന്നെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പോഷിപ്പിച്ചിട്ട്, മാത്രമല്ല ഓടിപ്പോകാതിരിക്കാൻ പുതിയ ആധുനികമായ യുദ്ധതന്ത്രങ്ങളൊക്കെ നടത്തിയിട്ട്, ചങ്ങലബന്ധനം പോലെയുള്ള ആ യുദ്ധതന്ത്രങ്ങളൊക്കെ നടത്തിയിട്ടും അതിനെ മുഴുവനും അതിജയിച്ചുകൊണ്ട്, ഒരിടത്ത് പോലും പുറകോട്ട് പോകാതെ പതറാതെ, കൊടും മഞ്ഞിനെ അതിജയിച്ചുകൊണ്ട്, ഈ വിറയാർന്ന ആ സാഹചര്യങ്ങളെ മുഴുവനും തരണം ചെയ്തുകൊണ്ട് ഈ വിശ്വാസി സമൂഹം മുന്നോട്ട് വരുന്നത് എങ്ങനെയെന്നറിയുവാൻ വേണ്ടി ബന്ദിയായി കഴിഞ്ഞിരുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ഹിർക്കൽ രാജാവിന്റെ കൂടെയുള്ള ആളുണ്ടല്ലോ, അയാളോട് ചോദിക്കുകയാണ്, ആരാണിവര്, എന്താണ് ഇവരുടെ പ്രത്യേകത, എങ്ങനെയാണ് ഇവർ ഇത്രയും വിജയങ്ങൾ നേടുന്നത്? മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഹിർക്കൽ രാജാവ് തന്റെ കൂട്ടാളിയോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നു, ഉഖ്ബിറുക കഅന്നക തൻദുറു ഇലൈഹിം, അവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് അവരെ സംബന്ധിച്ച് വിവരിച്ചു തരാം. ആരാണവരെന്ന് നിങ്ങൾക്കറിയുമോ? ഹും ഫുർസാനും ബിന്നഹാർ, ഹും ഫുർസാനും ബിന്നഹാർ. പകലുകളിൽ അവർ അശ്വാരൂഢരാണ്, പകലുകളിൽ അവർ ശക്തരായ പടയാളികളാണ്, പകലുകളിൽ അവർ രണഭൂമിയിലാണ്. റുഹ്ബാനും ബില്ലൈൽ, രാത്രിയിലോ അവർ പരമഭക്തരാണ്. രാത്രിയിൽ അവർ നിസ്കാരത്തിലും ദിക്റിലും ഖിറാഅത്തിലുമാണ്. പകലുകളിൽ അശ്വാരൂഢരായി രണഭൂമിയിൽ പടപൊരുതുന്ന ആ വിശ്വാസികളായ ആളുകൾ, രാത്രിയിലോ റുഹ്ബാനും ബില്ലയിൽ, രാത്രിയിൽ പരമഭക്തരാണ്. ലാ യഅകുലൂന ഫീ ദിമ്മതിഹിം ഇല്ലാ ബിസമൻ, അവർ രാജ്യത്ത് ചെന്ന് ആ നാടിനെ കീഴടക്കിയാൽ പോലും ആ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ടല്ലാതെ, പണം കൊടുത്തിട്ടല്ലാതെ അന്യായമായി ഒരാളുടെയും മുതൽ തിന്നുകയില്ല. ഹറാമായതവരെ സമ്പാദിക്കുകയില്ല, ഹറാമായതവരെ തിന്നുകയില്ല. വലാ യദ്ഖുലൂന ഇല്ലാ ബിസ്സലാം, സലാം പറഞ്ഞുകൊണ്ടല്ലാതെ അവർ പ്രവേശിക്കുകയില്ല. ആരെ കണ്ടാലും സലാമിന്റെ അഭിവാദ്യം അർപ്പിക്കുന്ന ആളുകളാണവര്. യഖഫൂന അലാ മൻ ഹാറബൂഹു ഹത്താ യഅതു അലൈഹി, ആരെങ്കിലും അവരെ നേരിടാൻ വന്നാൽ പിന്നീട് അവർ പുറകോട്ട് പോകുന്ന വിഷയമില്ല, അവർ മുന്നോട്ടല്ലാതെ പുറകോട്ട് പോവുകയില്ല. അങ്ങനെ ഒരു സംഘമാണ്, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് അവരെന്ന് ഹിർക്കൽ രാജാവിനോട് തന്റെ കൂടെയുള്ള കൂട്ടാളി പറഞ്ഞു കൊടുക്കുമ്പോ ഹിർക്കൽ രാജാവ് പറയുകയാണ്, ലഇൻ കുൻത സദഖതനി ലയംലികന്ന മൗലിയ ഖദമയ്യ ഹാതൈൻ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ലോകത്തെ വിറപ്പിച്ച ഈ ഹിർക്കലിന്റെ കാൽച്ചുവട്ടിൽ വരെ, ആ കാൽച്ചുവട്ടിലുള്ള മണ്ണ് വരെ അവർ അധീനമാക്കും. അത്രയും ശക്തരാണവർ. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഈ സംഘത്തെ ഒരിക്കലും തകർക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒരു ശക്തിക്കും, ഒരു വൻശക്തിക്കും സാധ്യമല്ല. ഹിർക്കൽ സമ്മതിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് തീർച്ചയായും അതോടുകൂടി റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയാണ്. നമുക്കറിയാം, ലോകത്തെ വൻശക്തിയായ റോമ പിന്നെ ലോകത്ത് എഴുന്നേറ്റിട്ടില്ല, ലോകത്ത് ആ ശക്തി പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആദ്യം പേർഷ്യയോട് പോരടിച്ചപ്പോ അവർ തകർന്നു വീണുപോയിട്ടുണ്ടെങ്കിലും ഖുർആൻ പറഞ്ഞു, ലിബത്തുർ റോം, റോം തകർന്നു, പക്ഷേ കത് അതിനൽ അർള് ഫീ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവരുടൻ തന്നെ തിരിച്ചു വരും, മടങ്ങി വരുമെന്ന് റോമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിശ്വാസികളായ സമൂഹത്തോട് ആ സംഘം പോരടിച്ചതിനു ശേഷം പിന്നെ റോമിന് തിരിച്ചുവരവുണ്ടായില്ല. അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. എന്താണ് ആ പ്രവചനം? ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദ, ഇദാ ഹലക ഖൈസറു ഫലാ ഖൈസറ ബഅദ, വല്ലദീ നഫ്സി ബിയദിഹി ലതുൻഫഖന്ന കുനൂസുഹുമാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, എനിക്ക് 2 നിധിശേഖരങ്ങളെ അല്ലാഹു തരുമെന്ന്. ഒന്ന് അഹ്മറാണ്, ഒന്ന് അബിയലാണ്, ഒന്ന് ചുവന്നതാണ്, ഒന്ന് വെളുപ്പാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രവചിച്ചുവല്ലോ. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നടത്തുന്ന ഒരു പ്രവചനമാണ്. ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദ, കിസ്റ തകർന്നാൽ പിന്നെ അതുപോലൊരു കിസ്റയില്ല.
വൈദാ ഹലക ഖൈസറു ഫലാ ഖൈസറ ബഅദഹു. ഖൈസർ തകർന്നു വീണാൽ പിന്നെ ഒരിക്കലും വേറൊരു ഖൈസർ ഉണ്ടാവുകയില്ല. കിസ്റയും കൈസറും തകർന്നു വീണുകഴിഞ്ഞാൽ പിന്നെ അതിന് മടങ്ങി വരവില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ലതുൻഫിഖന്ന കുനൂസുഹുമാ ഫീ സബീലില്ലാഹ്. കിസ്റയുടെയും കൈസറിന്റെയും സമ്പത്തുണ്ടല്ലോ, നിധികുംഭങ്ങളുണ്ടല്ലോ, നിധിശേഖരങ്ങളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുക തന്നെ ചെയ്യും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ആ പ്രവചനം അന്വർത്ഥമായി ഹിർക്കൽ രാജാവ് ആ നാട് വിട്ടോടുകയാണ്. ആ നിധികുംഭങ്ങൾ മുഴുവനും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ രാജാവില്ലാത്ത രാജ്യമായി, രാജാവില്ലാത്ത ഭരണാധികാരിയില്ലാത്ത പട്ടാളമായി അവിടെയുള്ള ആളുകൾ മാറുകയാണ്. വിശ്വാസി സമൂഹം നേരെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഇതാ വിജയപേരി മുഴക്കിക്കൊണ്ട് കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം, അവിടെ രാജാവില്ല, അവിടെ കുറെ ആളുകളുണ്ട്, കുറെ ക്രൈസ്തവരായ ആളുകളുണ്ട്. അവർ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രദേശങ്ങളിൽ കയറി തമ്പടിച്ചിരിക്കുകയാണ്. അവർ കീഴ്തുങ്ങാൻ ഒരുക്കമല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ പ്രദേശം വന്ന് വളഞ്ഞിട്ടുണ്ട്, ഫലസ്തീൻ വന്ന് വളഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചാൽ ഒരു 3 മണിക്കൂർ വേണ്ട ആ ഫലസ്തീൻ കൈക്കുടിയിലാക്കുവാൻ. കാരണം അവർ കടന്നു വരുന്ന മേഖല ഇതിനേക്കാളും ഭീകരമായ മേഖലയാണ്. ദമസ്കസിലെ കോട്ടകൾ, യർമൂക്കിന്റെ കോട്ടകൾ തകർത്തുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. അതുപോലെ വലിയ കിടങ്ങുകൾ ചാടിക്കടന്നുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. മാത്രമല്ല അതിനപ്പുറം വലിയ സൈന്യത്തെ നേരിട്ടുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. പക്ഷേ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അവരെത്തുമ്പോ അതിന്റെ ഉള്ളിൽ കയറി കുറെ ആളുകൾ തമ്പടിച്ചിരിക്കുന്നു. മാത്രമല്ല അവർ കീഴടങ്ങാൻ ഒരുക്കമല്ല. ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് 4 മാസക്കാലം കാത്തിരിക്കുകയാണ്, കൊടും തടുപ്പ് കൊണ്ട് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന വേളയിൽ മിൻജരീക്കുകൾ കൊണ്ട് ആ അകത്തുള്ള ആളുകൾ പുറത്തേക്ക് ഇതാ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ്. അക്കാലഘട്ടത്തിലെ വലിയൊരു ആയുധമാണ് മിൻജനീക്ക്. വലിയ കല്ലുകൾ അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് ഇതാ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസികൾക്ക് നേരെ തുരുതുര അവർ കല്ലെറിയുകയാണ്. ആ രൂപത്തിൽ മിൻജനീക്ക് ഉപയോഗിച്ച് കല്ലെറിഞ്ഞുകൊണ്ട് ഉപരോധം തീർക്കുമ്പോ സ്വഹാബികളായ ആളുകൾ, അവിടെ ഫലസ്തീൻ വളഞ്ഞിട്ടുള്ള ഇസ്ലാമിക സൈന്യം ഒരിക്കലും അവരോട് ആ രൂപത്തിൽ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല. അവരെ തിരിച്ചടിക്കുവാൻ തയ്യാറാകുന്നില്ല. അവർ വിചാരിച്ചാൽ ഒരു വേള മണിക്കൂറുകൾ കൊണ്ട് പൂർണ്ണമായും തകർക്കാൻ കഴിയുമായിരുന്ന ആ വേളയിലും അവർ സംയമനം പാലിക്കുകയാണ്. അവസാനം ദമസ്കസിൽ നിന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. ഈലയിലുള്ള ഫലസ്തീനിൽ തമ്പടിച്ചിരിക്കുന്ന ആളുകളെ അവർ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ട് യദഉഹും ഇലല്ലാഹി വഇലൽ ഇസ്ലാം, അല്ലാഹുവിനെ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കണം എന്ന നിലയ്ക്ക് അവർക്ക് കത്തെഴുതുന്നു. ഇനി അതല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഔ യബ്ദുലൂനൽ ജിസിയത, അതവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല എങ്കിൽ ജിസിയ നൽകിക്കൊണ്ട്, നികുതി നൽകിക്കൊണ്ട് അവർക്ക് താമസിക്കാം. അതിനും അവർ തയ്യാറല്ലെങ്കിൽ ഔ യുദ്ദനൂന ബിഹർബിൻ, ഒരു യുദ്ധത്തിന് അവർ തയ്യാറാകണം, ഒരുങ്ങേണ്ടി വരും, ആ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. ഈ രൂപത്തിൽ കത്തെഴുതുന്നു മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിന്റെ നേതാക്കന്മാർക്ക്. പക്ഷേ ഫഅബൗ അയുജീബു ഇലാ മാ ദഅാഹുമുല്ലാഹു ഇലൈഹി, ആ കത്തിനോട് പ്രതികരിക്കുവാൻ അവർ വിസമ്മതിക്കുകയാണ്. ആ കത്തിന് മറുപടി നൽകാതിരിക്കുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ദമസ്കസിൽ നിന്ന് ആ സന്ദർഭത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവും സൈന്യവും നിലകൊള്ളുന്ന ഫലസ്തീന്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ദമസ്കസിൽ നിന്ന് ആ സൈന്യം കൂടി ഫലസ്തീന്റെ ഭാഗത്തേക്ക് വന്നു കയറുന്നത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസി സമൂഹം മുഴുവനും തക്ബീർ മുഴക്കുകയാണ്. ഫലസ്തീന്റെ ഉള്ളിൽ, കോട്ടകൾക്കുള്ളിൽ താമസിച്ചിരുന്ന ആളുകൾ, പ്രതിരോധം തീർത്തുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ വിചാരിക്കുന്നത്, പുറത്ത് തക്ബീർ കേട്ടപ്പോൾ കരുതിയത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നു എന്ന് തെറ്റിദ്ധരിച്ച് അതിന്റെ നേതാക്കൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു രംഗം കാണുന്നത്. ആ കോട്ടക്കുള്ളിൽ അവരുടെ നേതാവായിരുന്ന അവിടുത്തെ പാതിരി, അദ്ദേഹം അവിടുന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു ഈജിപ്തിലേക്ക്. പകരമുള്ളത് ഒരു അസിസ്റ്റന്റാണ്, സഫ്രാനിയോസ് എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റാണ് അവിടെയുള്ളത്. അവിടെ നിന്നും നേതാക്കൾ പോയിരിക്കുന്നു. ആ സഫ്രാനിയോസ് പുറത്തേക്ക് വന്ന് നോക്കുകയാണ് ആരാണ് വന്നത് എന്നറിയാൻ. അവരോട് വന്ന് ചോദിക്കുന്നു, ഉമറാണോ വന്നത്? ആ സന്ദർഭത്തിൽ അവർ പറയുന്നു, ഉമറല്ല, അബൂ ഉബൈദയാണ്. നേരെ സഫ്രാനിയോസ് ഉള്ളിലേക്ക് കയറിപ്പോയി തിരിച്ച്. എന്നിട്ട് പറഞ്ഞു അവരോട്, നിങ്ങൾ തുറന്നുകൊള്ളുക, പ്രതിരോധം തീർത്തുകൊള്ളുക, കല്ലെറിഞ്ഞുകൊള്ളുക, മിൻജനീക്ക് ഉപയോഗിച്ചു കൊള്ളുക,
വീണ്ടും വിശ്വാസി സമൂഹത്തെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്തിരിയാനൊരുക്കമല്ല. അവസാനം മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ താല്പര്യം കാണിക്കാത്തത് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് പരിശുദ്ധമായി ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മണ്ണാണിത്, ബൈത്തുൽ മുഖദ്ദസ് ആണിത്. അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന് പോകാൻ വേണ്ടി ഇസ്രാ ആയി വന്ന സ്ഥലമാണിത്. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ ആസ്ഥാനമാണിത്. അതുകൊണ്ട് ഈ മണ്ണിൽ ഒരു രക്തപ്പുഴ ഒഴുക്കാൻ, ഒരു രക്തം വീഴ്ത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പിന്തിരിഞ്ഞു പോകും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുൽഹിന്റെ വഴി വല്ലതും തേടുന്നതാണ് നല്ലത് എന്ന നിലക്ക് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവരോട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല, അതേ ഉപരോധം ശക്തമാക്കിക്കൊണ്ട് വിശ്വാസി സമൂഹം അവിടെ തമ്പടിക്കുന്നത് കണ്ടപ്പോ അതിന്റെ നേതാക്കൾ ഇറങ്ങി വന്നു. സഫ്രാൻ യൂസിനെ പോലെയുള്ള ആളുകൾ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് അവരോടൊരു ആവശ്യം പറയുകയാണ്. എന്താണ് ആവശ്യം എന്നറിയുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ കീഴുതുങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമാണല്ലോ. എന്നാൽ അതെ, നിങ്ങളുടെ നേതാവ് ഉമർ വന്നാൽ ഉമറിന്റെ മുന്നിൽ കീഴുതുങ്ങാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഉമറിന്റെ മുന്നിൽ കീഴുതുങ്ങാൻ ഞങ്ങൾ ഒരുക്കമാണ്. കാര്യം എന്താണ്? അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നത്രേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സമൂഹത്തെ കീഴടക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പുറത്ത് തക്ബീർ കേട്ടപ്പോ ഉമറാണോ വന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം പുറത്തിറങ്ങി വന്നത്. ഉമർ അല്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചു കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു അത് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അവിടുത്തെ ക്രൈസ്തവ പാതിരി നേതാക്കൾ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, തീർച്ചയായും ഉമർ വന്നാൽ ഞങ്ങൾ പൂർണ്ണമായും ഒതുങ്ങാൻ തയ്യാറാണ്. അങ്ങനെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കത്തെഴുതുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. എന്താ കത്ത് എന്ന് ചോദിച്ചാൽ, താങ്കൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ ഇത് കീഴുതുങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് വരാൻ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. താങ്കൾ വരാൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കത്ത് കിട്ടിയ ഉടനെ അവിടെ ചർച്ച ചെയ്യുന്നു, മുശാവറ കൂടുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടുമൊക്കെ എന്തു ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണമെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അല്ലാ യർകബ ഇലൈഹിം ലിയകൂന അഖ്റ ലഹും വഅറാമ ലിഉനൂഫിഹിം, ഒരിക്കലും അങ്ങ് അവിടേക്ക് പോകേണ്ടതില്ല. നേരെ മറിച്ച് ആ പോയ സൈന്യം മതി. അവർ കൂടുതൽ അപമാനിതരാകാൻ അത് തന്നെയാണ് വേണ്ടത്. കാരണം വെച്ചാൽ ആ സൈന്യത്തോട് തോറ്റ് പരാജയപ്പെട്ടുകൊണ്ട് കീഴുതുങ്ങുക എന്ന് തന്നെയാണല്ലോ റോമ പോലെയുള്ള ഒരു വലിയ ശക്തി കീഴുതുങ്ങുമ്പോൾ ഏറ്റവും നല്ലത്. അങ്ങ് പോയിട്ട് അങ്ങയെ പോലെ ഉള്ള ഒരാൾ അവിടെ ചെന്നിട്ട് അവരെ വലുതാക്കേണ്ടതില്ല എന്ന രൂപത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞത്, ബിൽ മസീരി ഇലൈഹിം ലിയകൂന അഖഫ വതഅതൻ അലൽ മുസ്ലിമീന ഫീ ഹിസ്വാരിഹിം ബൈനഹും ഫഹദിയ മാ ഖാല അലി വലം യഹുവ മാ ഖാല ഉസ്മാൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോകണം. കാരണം വെച്ചാൽ നമ്മളോട് കൂടുതൽ ഇണക്കമുണ്ടാകാനും കാര്യം ഒരു സമാധാനത്തിൽ ഒരു അസമാധാന അന്തരീക്ഷത്തിൽ തീരാനുമൊക്കെ നല്ലത് അതാണെങ്കിൽ അങ്ങ് പോകണം, അതായിരിക്കും നല്ലത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം പുറപ്പെടുന്ന നേരത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ ഖലീഫയാക്കി അവിടെ ഏൽപ്പിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ സെലക്ട് ചെയ്തുകൊണ്ട് കൂടെ ഒരാളെയും കൂട്ടി പോവുകയാണ്. വലിയ സൈന്യമൊന്നുമില്ല, രണ്ടുപേരാണ്. കൂടെ പോയത് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും രണ്ടുപേരും കൂടി ഇതാ വേഗത്തിൽ അവിടെ എത്തുകയാണ്. വർഷങ്ങൾക്കു ശേഷം തന്റെ കൂട്ടുകാരെ കാണുകയാണ്. അങ്ങകലെ സിറിയയുടെ മണ്ണിൽ അവർ യുദ്ധത്തിന് പോയിട്ട് വർഷങ്ങളായി. സഹോദരങ്ങൾ, ഒരു ദിവസമല്ലല്ലോ, 2 ദിവസമല്ലല്ലോ, നേരെ മറിച്ച് അവർ പുറപ്പാട് നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടുണ്ട്. വർഷങ്ങൾക്കു ശേഷം തന്റെ കൂട്ടുകാരെ അതുപോലെ തന്നെ തന്റെ കൂടെയുള്ളവരെ കാണാൻ വേണ്ടി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സിറിയയുടെ മണ്ണിലേക്ക്, ഫലസ്തീന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആദ്യം അദ്ദേഹം എത്തുന്നത് അവിടെ
അവിടെ എത്തുന്നത് ജാബിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എത്താൻ എല്ലാവരോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടിരുന്നു. ജാബിയ എന്ന ഫലസ്തീന് സമീപത്തുള്ള ആ പ്രദേശത്തേക്ക് അവിടെ എത്തുകയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന സന്ദർഭത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകേണ്ട സാഹചര്യമാണ്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ കാണുന്നത് വലിയ കുതിരകൾ, ആ കുതിരയുടെ മുകളിൽ പട്ടക്കയിട്ട കുറെ സംവിധാനങ്ങൾ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ദേഷ്യം വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ആ സൈന്യത്തോട് കോപിച്ചു, എന്താണ് ഇങ്ങനെ പട്ടക്കയിട്ട് ഒരുക്കിയ ഇത്തരം കുതിരകളും ആഡംബരങ്ങളും ഒക്കെ. ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ സംവിധാനമാണത് എന്ന രൂപത്തിൽ സഹാബത്ത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. മാത്രമല്ല ജാബിയയിൽ അദ്ദേഹം ആ സൈന്യത്തെ മുഴുവനും, വിശ്വാസി സമൂഹത്തെ മുഴുവനും വിജയം വരിച്ചുകൊണ്ട്, വിജയപേര് മുഴക്കിക്കൊണ്ട് അങ്ങേറ്റം ശക്തമായ ആഹ്ലാദത്തിൽ കഴിയുന്ന ആ സമൂഹത്തിന്റെ മുന്നിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. വല്ലാത്തൊരു പ്രസംഗമാണത്, വളരെ സുദീർഘമാണ്. അത് മുഴുവൻ വിശദീകരിക്കാൻ സമയം തികയില്ലല്ലോ. അതിൽ പ്രധാനപ്പെട്ട അദ്ദേഹം ആദ്യം പറഞ്ഞ വരികൾ ഇതാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അസ്ലിഹൂ സിറാഇറക്കും, നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ നന്നാക്കണേ, നിങ്ങളുടെ രഹസ്യ ജീവിതം നിങ്ങൾ നന്നാക്കണേ, നിങ്ങളുടെ രാത്രികളെ നിങ്ങൾ നന്നാക്കണേ, നിങ്ങൾ ഒറ്റക്കാകുന്ന സന്ദർഭങ്ങളെ നിങ്ങൾ നന്നാക്കണേ, ആരുമില്ലാതെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ രഹസ്യ ജീവിതം നിങ്ങൾ നന്നാക്കണേ. എങ്കിൽ തസ്ലുഹു അലാനിയത്തുക്കും, നിങ്ങളുടെ പരസ്യ ജീവിതം നന്നായി മാറും. നിങ്ങളുടെ രഹസ്യം നിങ്ങൾ നന്നാക്കാൻ തയ്യാറാണ് എങ്കിൽ, അത് സാലിഹാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഏറ്റവും ഹൈറുള്ളതാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പരസ്യ ജീവിതം നന്നായി മാറും. വഅ്മലൂ ലിആഖിറതികും തുകുഫ അംറ ദുനിയാകും, നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ അമലുകൾ ചെയ്യണം. എങ്കിൽ ദുനിയാവ് അത് മികച്ചതായി മാറും, സംശയമില്ല. നിങ്ങൾ അധ്വാനിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ്, ദുനിയാവിന് വേണ്ടിയല്ല. ദുനിയാവിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചാൽ ആഖിറം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തോ, നിങ്ങളുടെ അധ്വാനങ്ങളിൽ ആഖിറം നിങ്ങൾ കണ്ടോ, എങ്കിൽ ദുനിയാവ് ഏറ്റവും മികച്ചതാകും. അതുകൊണ്ട് വഅലമു അന്ന റജുലൻ ലൈസ ബൈനഹു വബൈന ആദമു അബുൻ ഹയ്യ് വലാ ബൈനഹു വബൈന അല്ലാഹി ഹവാദ. നമുക്ക് മുമ്പ് ഒരുപാട് കഴിഞ്ഞുപോയ ആളുകൾ, ആ ആളുകളിൽ നമുക്കറിയാം നമ്മുടെ ഉപ്പയെ പോലെയുള്ള ആളുകൾ, ആ ആളുകൾക്കിടയിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു ജീവിതമില്ലല്ലോ. പ്രത്യേകമായ ഏതെങ്കിലും ഒരു ജീവിതം, പ്രത്യേകമായ എന്തെങ്കിലും ഒരു ജീവിതം നിലനിന്നു പോകുന്ന രൂപത്തിൽ അവർക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ. അവരെല്ലാവരും കഴിഞ്ഞുപോയി, അവരുടേതായ രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അവർ പോയി. നമുക്കും അവർക്കുമിടയിൽ വേറെ ഒരു ബന്ധവും നിലനിർത്താൻ കഴിയാത്ത രൂപത്തിൽ അവർ വേർപെട്ടുപോയി. ഫമൻ അറാദ ലഹ്ബ വജ്ഹിൽ ജന്നത ഫൽയൽസിമിൽ ജമാഅ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ സ്വർഗ്ഗ കവാടങ്ങളെ കണ്ടുമുട്ടണം, അതിന്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ സ്വർഗ്ഗ കവാടത്തിന്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയൽസിമിൽ ജമാഅ, ഐക്യത്തെ അവർ മുന്നിൽ നിർത്തട്ടെ, അഥവാ സംഘടിച്ചവർ നിൽക്കട്ടെ, അവർ ഭിന്നിച്ചു പോകാതിരിക്കട്ടെ. ഒരു മനസ്സോടെ, ഒരു ശരീരത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ നിലകൊള്ളട്ടെ. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി, ഒരാളുടെ കൂടെയാണ്, ഒരാൾ ഒറ്റക്കാകുമ്പോഴാണ് ശൈത്താൻ വരിക, ഏകനാകുമ്പോഴാണ് ശൈത്താൻ വരിക, ജമാഅത്തിൽ നിന്ന് വേർപെട്ടു പോകുമ്പോഴാണ് ശൈത്താൻ വരിക, ഐക്യം വിട്ടുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ശൈത്താൻ അവനെ പിടികൂടുക. മാത്രമല്ല വഹുവ മഅൽ ഇത്നൈനി അബദ്, രണ്ടാൾ നിന്നാൽ തന്നെ ശൈത്താൻ ഓടിപ്പോകാൻ സാഹചര്യമുണ്ട്, അവൻ മാറിപ്പോകുന്നതാണ്. മാത്രമല്ല വലാ യഖ്ലൂന അഹദുക്കും ബിഇംറഅ, നിങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയുമായി തനിച്ചാകരുത്. ഫഇന്ന ശൈത്താന സാലിസുഹുമാ, അങ്ങനെ ഏതെങ്കിലും സ്ത്രീയുമായി നിങ്ങൾ തനിച്ചായാൽ ശൈത്താൻ മൂന്നാമതായി അവിടെ വരിക തന്നെ ചെയ്യും. മാത്രമല്ല വമൻ സർറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ തന്റെ നന്മ കൊണ്ട് സന്തോഷിക്കുകയും തന്റെ തിന്മ കൊണ്ട് ദുഃഖിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനാണ് മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു നസീഹത്താണ്, വലിയ ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിൽ ഓരോ കാര്യങ്ങളും വ്യക്തിപരമായി പാലിക്കേണ്ട നന്മകൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാകേണ്ട ഗുണങ്ങൾ, നമ്മുടെ പ്രത്യേകതകൾ, ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രഭാഷണം നടത്തുകയാണ്. എന്ന് മാത്രമല്ല ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരെയും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, യസീദ് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെ അവിടെയുള്ള മുഴുവൻ സ്വഹാബത്തിനെയും മുഴുവൻ നേതാക്കളെയും കാണുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആവേശം കയറിയിട്ട് നേരെ മുന്നോട്ട് വന്നു. എന്തിനാണെന്നറിയുമോ? യുഖബ്ബില യദ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് മുത്താനാ മുന്നോട്ട് വന്നത്. ഫഹമ്മ ഉമർ ബിതഖബീലി റിജ്ലി അബീ ഉബൈദ, ഉടൻ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാല് പിടിച്ച് മുത്താനാണ് നേരെ ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നത്.
അബൂബൈദ, അപ്പൊ അബൂബൈദ റളിയല്ലാഹു അൻഹു ഇതാ പുറകോട്ട് പോയി. ഉമർ കൈയും വലിച്ച് പുറകോട്ട് പോയി എന്ന് പറഞ്ഞാൽ ആവേശം കയറിയിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചു മുത്താൻ ചെല്ലുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്റെ കൈയല്ല പിടിച്ചു മുത്തേണ്ടത്, നിങ്ങളുടെ കാലാണ് പിടിച്ചു മുത്തേണ്ടത് എന്ന കോലത്തിൽ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം പുറകോട്ട് പോയി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൈവലിച്ച് പുറകോട്ട് പോയി. ഇങ്ങനെ വളരെയധികം പരസ്പരമുള്ള ബന്ധത്തിന്റെ ഊഷ്മളത നിലനിർത്തുന്ന ഒരുപാട് അന്തരീക്ഷം അവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. മാത്രമല്ല ആ സന്ദർഭത്തിൽ ഇതാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരുമായി ചർച്ച നടത്തിയിട്ട് നേരെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന വേളയിൽ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇട്ട് വന്ന കുപ്പായം, ആ കുപ്പായത്തിന് 10ഓളം വരുന്ന കീറലുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുപ്പായം എടുത്ത് വരുമ്പോ ആ കുപ്പായം നോക്കുന്ന വേളയിൽ ഏതാണ്ട് 10ഓളം വരുന്ന കീറലുകളാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഗ്സിലു ഖമീസി വഖയ്യിതുഹു, നിങ്ങൾ എന്റെ കുപ്പായം കൊണ്ടുപോയി ഒന്ന് കഴുകണം. മാത്രമല്ല എന്റെ കുപ്പായത്തിൽ ഒരുപാട് കീറലുകളുണ്ട്, അതൊന്ന് തുന്നിക്കണം, ഒരു തുന്നൽക്കാരനെ കൊണ്ട് തുന്നിക്കണം. വഅയിറൂനി തൗബൻ ഔ ഖമീസൻ, എനിക്കതൊന്ന് മാറണമെങ്കിൽ ആരെങ്കിലും ഒരു കുപ്പായം തരണം. നിങ്ങൾ മനസ്സിലാക്കണം ആരായി പറയുന്നത്? കിസ്രയെയും കൈസറിനെയും കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ലോകത്തെ വൻശക്തികളായ റോമിനെയും പേർഷ്യയെയും അതിജയിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച ഉമർ റളിയല്ലാഹു അൻഹു, മദീനയിലെ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യമാ പറയുന്നത്. നിങ്ങൾ എന്റെ കുപ്പായം കൊണ്ടുപോയി ഒന്ന് കഴുകി വരാമോ? മാത്രമല്ല അതിൽ കുറെ കീറലുകളുണ്ട്, പോക്കറ്റ് അടക്കം കീറി തൂങ്ങി കിടക്കുകയാണ്, അതൊന്ന് തയ്ച്ചു കൊണ്ടുവരാനൊരു തയ്യൽക്കാരനെ ഏർപ്പെടുത്താമോ? വഅയിറൂനി സൗബൻ ഔ ഖമീസ, ഇത് നിങ്ങൾക്ക് തന്നുവിടണമെങ്കിൽ എനിക്ക് വേറൊരു കുപ്പായവും ഉണ്ട്, അതുകൊണ്ടൊരു കുപ്പായമോ ഒരു തുണിയോ ആരെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരാമോ? ഉടൻ തന്നെ ഫാത്താബി ഖസീമിൻ കത്താൻ എന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം പ്രത്യേക തുണി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, ഒരു കുപ്പായം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് അപരിചിതമായി തോന്നി. അദ്ദേഹം ചോദിച്ചു, മഹാദാ, ഇതെന്ത് കുപ്പായമാണ്? അപ്പൊ പറഞ്ഞു, കത്താനാണ്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഒമൽ കത്താൻ, എന്താണ് ഈ കത്താൻ എന്ന് പറയുന്ന കുപ്പായം? ഫഅഖ്ബറൂഹു, ഉടൻ തന്നെ ആളുകൾ വിവരിച്ചു കൊടുക്കുന്നു, ഇതാ കത്താൻ എന്ന് പറഞ്ഞാൽ ഇന്ന സ്വഭാവങ്ങളുള്ള കുപ്പായമാണ്. അങ്ങനെ ആ കുപ്പായത്തെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോ ഫഅഖ്ബറൂഹു ഫനസഅ ഖമീസഹു ഫഉസില വറുഖിയ വഉതിയ ബിഹി, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കത്താൻ ധരിച്ചു, എന്നിട്ട് തന്റെ കുപ്പായം ഊരിക്കൊടുത്തു. അതവര് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി. മാത്രമല്ല തുന്നലൊക്കെ പിടിപ്പിച്ച് തുന്നിക്കുട്ടി എല്ലാം കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഫനസഅ ഖമീസഹു, അവരുടെ കുപ്പായമൂരി, ആ കത്താനൂരി തിരിച്ചു കൊടുത്തു. എന്നിട്ട് ആ തുന്നിക്കെട്ടിയ കുപ്പായം ഇടുകയാണ്. മാത്രമല്ല അദ്ദേഹം ഇതാ ഒരു ആഡംബരവുമില്ലാതെ വളരെയധികം സമാധാനത്തോടെയും അങ്ങേറ്റം വിനയത്തോടെയും നേരെ ചെല്ലുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ആ പ്രദേശത്തേക്ക് ചെല്ലുകയാണ്. അങ്ങേറ്റം വിനയാന്വിതനായി കടന്നു ചെല്ലുമ്പോ ആളുകളെല്ലാം അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന കാഴ്ച കാണുമ്പോൾ അത്ഭുതത്തോടെ അവർ നോക്കി നിൽക്കുകയാണ്. നേരെ ചെല്ലുന്നു, പാത്രിയാർക്കീസുമാരെ കാണുന്നു, അതുപോലെ തന്നെ പാദ്രിമാരെ കാണുന്നു, അവിടെയുള്ള നേതാക്കളെ കാണുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. ഗംഭീരമായ ചർച്ചയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ആവശ്യപ്പെടുന്നു, റോമക്കാര് 3 ദിവസം കൊണ്ട് ഇവിടുന്ന് പൂർണ്ണമായും ഒഴിവാക്കി തരണം. മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നവർ സമ്മതിക്കുകയാണ്. റോമക്കാരെ മുഴുവൻ ഒഴിവാക്കാനുള്ള കരാർ ചെയ്യുകയാണ്. മാത്രമല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരുമായി കരാറുകൾ ഒന്നിനു പുറകെ ഒന്നായി രേഖപ്പെടുത്താൻ സന്നദ്ധമാവുകയാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഇന്നും രേഖപ്പെടുത്തുകയാണ്. 4-5 ഭൂമിക്ക് വേണ്ടി 10,000-കണക്കിന് മനുഷ്യരെ, കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിലെ നരാധമന്മാരായ മനുഷ്യർ വായിച്ചു നോക്കണമല്ലോ, അവർക്കും കാണാമല്ലോ. ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുവല്ലോ. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് വിജയഭേരി മുഴക്കിക്കൊണ്ട് വിശ്വാസികളായ ആളുകൾ കടന്നു വന്നിട്ട് സമാധാനത്തോടെ അല്ലാതെ ആ നാട്ടിൽ അവർ പെരുമാറുന്നില്ല. ഒരിക്കലും വാൾത്തലപ്പുകളുടെ അഹങ്കാരം അവർ കാണിക്കുന്നില്ല. ഒരു മനുഷ്യനെ പോലും അവിടെ വിട്ടുവീഴ്ത്തുന്നില്ല. ഒരിറ്റ് ചോര പോലും അവിടെ വീഴുന്നില്ല. നേരെ മറിച്ച് സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വന്നുകൊണ്ട് അവിടുത്തെ പാത്രിയാർക്കീസുമാരുമായിട്ട് ചർച്ച നടത്തുകയാണ്, കരാറുണ്ടാക്കി കൊടുക്കുകയാണ്.
തന്നെയാണ്. എന്താണ് കരാർ എന്നറിയുമോ? ഇന്നും അൽ അഹ്ദത്തുൽ ഉമരിയ എന്ന പേരിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നിലകൊള്ളുന്ന ആ കരാറിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് ലോകം മനസ്സിലാക്കുന്നു, ലോകം വായിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു വെറും വാക്കല്ല, അള്ളാഹുവിന്റെ നാമത്തിൽ രേഖപ്പെടുത്തുന്ന വാക്കാണ്. റഹ്മാനായ റഹീമായ റബ്ബിന്റെ നാമത്തിൽ വിശ്വാസികൾ രേഖപ്പെടുത്തുന്ന വാക്കാണ്. ഹാദാ മാ അഅതാ അബ്ദുല്ലാഹി ഉമർ അമീറുൽ മുഅ്മിനീന അഹ്ല ഇലിയ മിനൽ അമാൻ. ഈ ഈലിയക്കാർക്ക്, ഈ ഖുദ്സിൽ താമസിക്കുന്ന ഈലിയക്കാർക്ക് അതേ ഉമർ അമീറുൽ മുഅ്മിനീൻ ഉമർ എഴുതി കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ദാസനായ ഉമർ എഴുതി കൊടുക്കുന്ന വിശ്വസ്ത പത്രമാണിത്, കരാറാണിത്. എന്താണ് കരാറ്? അഅതാഹും അമാനൻ ലി അൻഫുസിഹിം വ അംവാലിഹിം വ ലികനാഇസിഹിം വസുൽബാനിഹിം വസഖീമിഹാ വബരീഇഹാ വസായിരി മില്ലത്തിഹാ. ഈ കരാർ പ്രകാരം ഈ ഈലിയ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും, ഇവിടെ താമസിക്കുന്ന സർവ്വ ക്രിസ്ത്യാനികളും, അവരുടെ നേതാക്കളും, അവരുടെ ശരീരവും അവരുടെ സമ്പത്ത് മാത്രമല്ല അവരുടെ കനീസകളും, അതുമാത്രമല്ല അവരുടെ കുരിശുകളും, മാത്രമല്ല അവർ രോഗികളാണെങ്കിൽ രോഗികളെയും, അവരാരോഗ്യമുള്ളവരാണെങ്കിൽ ആരോഗ്യമുള്ളവരെയും, മുഴുവൻ ആളുകളെയും സുരക്ഷിതമായി സംരക്ഷിക്കുമെന്ന കരാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് അധികാരം കിട്ടി ഞങ്ങളിതാ പൊളിക്കുകയാണെന്നല്ല, മുഴുവൻ പൊളിച്ചു കളയാന്നല്ല, ഞങ്ങളുടെ ദാർഢ്യം കാണിക്കാന്നല്ല, ഞങ്ങളുടെ മതം അടിച്ചേൽപ്പിക്കാന്നല്ല, ഒരിക്കലുമില്ല. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം ക്രൈസ്തവരായി തന്നെ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കനീസകൾ കൊണ്ടുപോകാം, നിങ്ങളുടെ കുരിശുകൾ അതിവിടെ സംരക്ഷിക്കും, ഒരു കുഴപ്പവും വരുത്തൂല. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് നാളിതുവരെ അത് പാലിക്കുന്നത്. അവരുടെ കയ്യിൽ അധികാരം കിട്ടാഞ്ഞിട്ടല്ല, അവരെ അധികാരത്തിന്റെ ദണ്ടുകൊണ്ട് ഇതൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന്റെ മാതൃകയല്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി തന്നെ അവർക്ക് എഴുതി കൊടുത്ത കരാറ്, നിങ്ങളിൽ ആരൊക്കെ ഇവിടെ താമസിക്കുന്നോ അവരുടെ ശരീരത്തിന്, അവരുടെ സമ്പത്തിന്, അവരുടെ കനീസക്ക്, അവരുടെ കുരിശിന് പൂർണ്ണമായ സംരക്ഷണമാണ്. രോഗിയാണെങ്കിൽ രോഗിയുടെ നിലക്ക്, ആരോഗ്യമുള്ളവനാണെങ്കിൽ ആരോഗ്യമുള്ളവൻ എന്ന നിലക്ക്. രോഗി പുറത്തോടെന്ന് പറയുന്നില്ല, അവനെ സംരക്ഷിക്കേണ്ടി വന്നാൽ അവനെയും സംരക്ഷിക്കും. അന്നഹു ലാ തുസ്കനു കനാഇസുഹും വലാ തുഹദം. ഒരിക്കലും മറ്റാരും ഇവരുടെ കനീസയുള്ള പ്രദേശത്തേക്ക് കയറിയിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. മാത്രമല്ല അത് പൊളിച്ചു മാറ്റാൻ പാടില്ല എന്ന കാര്യത്തിൽ ഇതാ കരാർ ചെയ്യുന്നു. വലാ യുന്തഖസു മിൻഹാ വലാ മിൻ ഹൈസിഹാ. ഇനി അതല്ല, അത് കുറക്കണം. ഏതെങ്കിലും ഒരു വലിയ കനീസ ഉണ്ടെങ്കിൽ അതൊരു പകുതിയാക്കണം. അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ചുരുക്കാനോ കൂട്ടാനോ കുറക്കാനോ വരാ. അതിനൊക്കെ പൂർണ്ണമായ സംരക്ഷണമാണ്. വലാ മിൻ സ്വലീബിഹിം വലാ ശൈഇൻ മിൻഹും മിൻ അംവാലിഹിം. അതുപോലെ തന്നെ അവരുടെ സമ്പത്താണെങ്കിലും അവരുടെ കുരിശാണെങ്കിലും ഒക്കെ ഇതുതന്നെയാണ് നിയമം. വലാ യുക്റഹൂന അലാ ദീനിഹിം. ഒരിക്കലും മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ നിർബന്ധം ചെലുത്തുകയില്ല. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മാറുക, അതല്ലെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. അതേസമയം വലാ യുക്റഹൂന അലാ ദീനിഹിം, അവരുടെ മതം അതവർക്ക് പാലിക്കാം. ഒരിക്കലും മതപരമായി നിർബന്ധം ചെലുത്തലുകൾ ഉണ്ടാവുകയില്ല. വലാ യുളാറു അഹദും മിൻഹും. ഒരാളെയും ആക്രമിക്കൂല, ആക്രമിക്കപ്പെടൂല. ഇവിടുത്തെ സൈന്യം, ഇവിടുത്തെ പട്ടാളം അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല അവർ ഡിമാൻഡ് വെച്ചു, ഇവിടെയുള്ള ജൂതന്മാർ അവർ വെക്കുന്ന ഡിമാൻഡാണ്, ഇവിടെയുള്ള ജൂതന്മാരെ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം. ഞങ്ങളുടെ കൂടെ അവർ താമസിക്കുമ്പോ ഞങ്ങൾക്ക് അവർ പ്രശ്നമുണ്ടാക്കുകയാണ്. കരാറിൽ എഴുതണം അത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈലിയക്കാർക്ക് എഴുതി കൊടുക്കുന്നവരായ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ പ്രദേശത്തേക്ക് മാറി താമസിക്കാം. ഇവിടെയുള്ള ഈ ഈലിയക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവിടെ അവർ താമസിക്കാൻ പാടില്ല. മാത്രമല്ല വീണ്ടും പറഞ്ഞു, മദായിലുള്ള ആളുകൾ ജിസിയ കൊടുക്കുന്നത് പോലെ ഈലിയക്കാരും ചെറിയ നികുതി കൊടുത്താൽ മതി, ചെറിയ ജിസിയ നൽകിയാൽ മതി. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിതവാരല്ല, അതിൽ കൂടുതൽ മുസ്ലിങ്ങൾ കൊടുക്കണം, അവർ സക്കാത്ത് കൊടുക്കണം, സദഖകൾ കൊടുക്കണം, മറ്റു കാര്യങ്ങളിൽ അവർ ചെലവഴിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റേതായ നികുതി എന്ന നിലക്ക് അവർ ജിസിയ നൽകണം. വലൈഹിം അയ്യുഖ്രിജൂ മിൻഹർ റൂമ വല്ലുസൂസ്. റോമക്കാരെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള കള്ളന്മാരെയൊക്കെ ഒഴിവാക്കണം, സുരക്ഷിതമാക്കണം. ഫമൻ ഖറജ മിൻഹും ഫഇന്നഹു ആമന അലാ നഫ്സിഹി വമാലിഹി ഹത്താ യബ്ലുഗു മഅ്മനഹും. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഒരാൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് ആരെങ്കിലും ഒഴിവാകാൻ, ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കണം, ഞങ്ങൾക്ക് പോകണം, വേറെ ഒരു പ്രദേശത്തേക്ക് പോകണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ എവിടെയാണോ അവർക്ക് എത്തേണ്ടത് അവിടെ വരെ പട്ടാളം സെക്യൂരിറ്റി നിന്നുകൊണ്ട് അവരെ ആക്കി കൊടുക്കും, സുരക്ഷിതമായി അവരുടെ സങ്കേതത്തിലേക്ക് എത്തിക്കും.
ഒരാൾ പറയണം എനിക്ക് ഇവിടെ വേണ്ട, വേറൊരിടത്തേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ അവരും കൊല്ലൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ എത്തേണ്ടത്? ഗവൺമെന്റ് ചെലവിൽ പട്ടാളക്കാരുടെ അകമ്പടിയിൽ സുരക്ഷിതമായി അവരുടെ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കും. ഇനി ഒരാളില്ല, ഫോണിൽ ഇവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, ഞങ്ങൾ മാത്രം മതി എന്നല്ല, മുസ്ലിങ്ങൾ മാത്രം മതി എന്നല്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, നിങ്ങൾ ക്രൈസ്തവർക്ക് ഇവിടെ ജീവിക്കാം, നിങ്ങളുടെ സുരക്ഷിതമായ രൂപത്തിൽ തന്നെ ഇവിടെ കഴിയാം, അവർക്ക് ഇവിടെ ജീവിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ആ രൂപത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായ കരാറുകൾ, ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിലുള്ള കരാറുകൾ അവർക്ക് എഴുതി കൊടുക്കുകയാണ്, സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയ വാചകം എന്താണെന്നറിയോ? വഅലാ മാ ഫീ ഹാദൽ കിതാബി അഹദുല്ലാഹ് വദിമ്മത്തു റസൂലിഹി വദിമ്മത്തുൽ ഖുലഫാഇ വദിമ്മത്തുൽ മുഅ്മിനീന ഇദാ അഅതുല്ലദി അലൈഹിം മിനൽ ജിസിയ. ജിസിയ തരുന്ന നികുതി അടക്കുന്ന കാലത്തോളം, അത് നൽകുന്ന കാലത്തോളം അവർക്ക് ഈ വിഷയത്തിൽ എഴുതിയ കരാറിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, അവരെ ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല, പൂർണ്ണമായ സംരക്ഷണം, ആ സംരക്ഷണം അവർക്ക് നൽകുമെന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ കിതാബിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഉടമ്പടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമ്പടി, ഖുലഫാഇന്റെ ഉടമ്പടി, ലോകത്ത് മുഅ്മിനുകളായ മുഴുവൻ ആളുകളുടെയും ഉടമ്പടി, ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകളുടെയും ഉടമ്പടി, ഒരു തരത്തിലും ഒരു അക്രമവും അഴിച്ചു വിടുകയില്ല, ഒരു തരത്തിലും ഒരു പ്രയാസവും അവർക്കുണ്ടാവുകയില്ല. അവരുടെ മതം ആചരിച്ചുകൊണ്ട്, അത് ശീലിച്ചുകൊണ്ട് പരിശുദ്ധമായ മണ്ണിൽ അവർക്ക് ജീവിക്കാം. കാരണം യേശു ജനിച്ചു എന്ന നാട് എന്ന് വിശ്വസിക്കുന്ന പ്രദേശമാണിത്, ബത്ലഹേമുണ്ട് എന്ന് പറയുന്ന പ്രദേശമാണിത്, മാത്രമല്ല ഒരുപാട് കനീസകളുള്ള പ്രദേശമാണിത്, ആ ക്രൈസ്തവരായ സമൂഹം ആദരിക്കുന്ന പ്രദേശമാണിത്. അതിനൊരു അപമാനവും വരുത്താത്ത രൂപത്തിൽ, ഏറ്റവും നന്നായ രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കണം. ഗതികെട്ടുമെന്ന് പറയല്ല, നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, അങ്ങനെയുള്ള ഇസ്ലാമിക സമൂഹത്തിൽ അശ്വാരൂഢരായ ആ സൈന്യം വിചാരിക്കുകയാണ്, ഒരു സെക്കൻഡ് കൊണ്ട് ഇവരെ അങ്ങ് തുരത്താം, നമുക്ക് മാത്രമായ ഒരു രാജ്യം, നമ്മുടേത് മാത്രമായ ഒരു രാജ്യം, അതെ ഇവിടെ ഇതാ ഇസ്ലാം മാത്രം മതി, ഇസ്ലാമിന്റേതായ ഒരു രാജ്യം, ദാറുൽ ഇസ്ലാം മാത്രമാണ്, വേറെ ആരും ഇവിടെ വേണ്ട, വേറെ ആരുടെയും ആവശ്യം ഇവിടെ ഇല്ല, ഒരു ക്രൈസ്തവനും ഇവിടെ വേണ്ട, ഒരു ജൂതനും ഇവിടെ വേണ്ട, വേറെ ആരും ഇവിടെ വേണ്ട എന്ന് ആ ദിവസം അവിടുന്ന് തീരുമാനിച്ചാൽ മഹാനായ ഉമറിനെ ചോദ്യം ചെയ്യാൻ, ഖാലിദ് ഇബ്നു വലീദിനെ ചോദ്യം ചെയ്യാൻ, അവരെ നേരിട്ട് നിൽക്കാൻ പറ്റിയ ഒരാൾ പോലും അവിടെ ഇല്ല. രാജാവ് പോലും കുസ്തുന്തീനയിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിലേക്ക് നാടുകടന്നു പോയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശ്വാസികളെ എതിരാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഘട്ടത്തിൽ എല്ലാ ഖുവ്വത്തും, എല്ലാ ശക്തിയും, എല്ലാ കഴിവും, എല്ലാ പ്രതാപവുമായി ആ നാട്ടിലേക്ക് കടന്നു ചെന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് എഴുതി കൊടുക്കുന്ന വാക്കുകളാണ് ഈ കേട്ടത്. അതാണ് ജൂതനും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കണം, നമ്മൾ ജൂതന്മാരെ പോലല്ല, നമ്മൾ ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്ത ക്രൂരതകൾ, ആ ക്രൂരതകൾ ചെയ്തിട്ടില്ല. പരിശുദ്ധമായ മണ്ണിനെ പരിശുദ്ധ മണ്ണായി കണ്ട്, പരിശുദ്ധമായ മണ്ണിനെ പരിശുദ്ധമായി കണ്ട് അതിനെ അങ്ങനെ ആദരിച്ചവരാണ്. ഇന്നും അവിടെയുള്ള ഏറ്റവും മനോഹരമായ സ്തംഭങ്ങൾ, അത് ഖുബ്ബത്തു സഹറയാകട്ടെ, ഡോം ഓഫ് റോക്ക് ആകട്ടെ, നമുക്കറിയാം, ആ സുന്ദരമായ ആ കമാനമാകട്ടെ, ബൈത്തുൽ മുഖദ്ദസ് ആകട്ടെ, അതിന്റെ ചുറ്റുഭാഗങ്ങളാകട്ടെ, ആ സ്ഥലത്തിനെല്ലാം, ആ പ്രദേശങ്ങൾക്കെല്ലാം വിശ്വാസികളായ ആളുകൾ കാണുന്ന പരിശുദ്ധി വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് കൃത്യമായ രൂപത്തിൽ കരാറുകൾ എഴുതുന്നു. അതിനുശേഷം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുകയാണ്. എങ്ങനെയാ കയറിയത്? രോമാഞ്ചജനകമായ ആ രംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിച്ച കവാടത്തിലൂടെ ആ റസൂലുള്ളാഹിന്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യവും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. റിപ്പോർട്ട് പ്രകാരം ഇന്നഹു ലബ്ബ, അദ്ദേഹം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് കയറിയത് എന്ന് കാണാം. ഏതായിരുന്നാലും അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ചു. എന്നിട്ടോ ഫസല്ലാ ഫീഹി തഹിയ്യത്തുൽ മസ്ജിദി ബിമിഹ്റാബി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഹ്റാബിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ മുഴുവനും ഇതാ വൃത്തിയാക്കുന്നു, മെനയാക്കുന്നു. പിറ്റേന്ന് സുബഹാകുമ്പോൾ ഇതാ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. ആരാണ് ബാങ്ക് കൊടുക്കുന്നതെന്നറിയുമോ?
മക്കം ഫതഹിന്റെ ദിവസത്തിൽ വിശ്വാസി സമൂഹം വിജയികളായി പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടന്നു വന്നയാള് ആ ദിവസത്തിൽ അവിടെ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുത്ത അതേ കറുത്ത മുത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനകരമായ ജീവിതം നയിച്ച മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പണ്ട് മദീനയിൽ നിന്ന് പോന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മദീനയിൽ ഇനി ലാ ഉഅദ്ദിനു ലി അഹദിൻ ബഅദ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഒരാൾക്ക് വേണ്ടിയും ബാങ്ക് വിളിക്കില്ല എന്ന് പറഞ്ഞു വന്ന മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ആ സന്ദർഭത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ ഏറ്റവും സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഉയരുകയാണ്. പണ്ട് മദീനയുടെ ഈത്തപ്പനകളെ രോമാഞ്ചം കൊള്ളിച്ച ആ വാചകങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് വീണ്ടും റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് കേൾക്കുന്ന വേളയിൽ അവരിതാ കരയുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അവർ കരയുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. മഹാനായ ബിലാൽ മുഅദ്ദിന്റെ ശബ്ദം കേൾക്കുമ്പോ, അന്ന് മദീനയിൽ വെച്ചുകൊണ്ട് രോമാഞ്ചമണിയിച്ച ബാങ്കിന്റെ അലയൊലി കേൾക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ കണ്ണീരുകൊണ്ട് കുതിർന്നു പോകുമാർ അദ്ദേഹം കരയുകയാണ്. മാത്രമല്ല വസല്ലബിൽ മുസ്ലിമീന ഫീഹി സ്വലാത്തുൽ അദാദ്, ആ ബാങ്കിന് ശേഷം ഇതാ സുബഹി നിസ്കരിക്കുകയാണ്. ഇവിടെ ആ സുബഹി നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തു സ്വാദ് ഓതുന്നു. സ്വാദ് ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ഇസ്രാ, ബനി ഇസ്രായേൽ എന്ന പേരുള്ള സൂറത്തു ഇസ്രാ ഓതി നിസ്കരിക്കുന്നു. അങ്ങനെ ആ നിസ്കാരമെല്ലാം കഴിഞ്ഞ് റാഹത്തായി എന്നിട്ട് നേരെ അസ്സഹറ, അവിടെ ഒരു പാറയുണ്ടല്ലോ, ആ പാറയുടെ അടുക്കിലേക്ക് പോവുകയാണ്. ആ പാറയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട്. ഖുബ്ബത്തു സഹറ, ആ ഡോം ഓഫ് റോക്ക് അവിടെ നിൽക്കുന്ന, അതേ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അമവികളായ ആളുകൾ നിർമ്മിച്ച സുന്ദരമായ റോക്ക്, ബൈത്തുൽ മുഖദ്ദസിന്റെ ആ ഭാഗത്ത് നിൽക്കുന്ന, ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ മിസ്റിലെ പണം കൊണ്ട് കോടിക്കണക്കിന് ദീനാറുകൾ മുടക്കി നിർമ്മിച്ച മനോഹരമായ ആ ഡോം അവിടെ വെച്ചുകൊണ്ട്, അവിടെ ഉണ്ടായിരുന്ന അന്ന് ഡോമെല്ലാം അന്ന് പാറയാണ്. ആ പാറയെ അന്വേഷിക്കുകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയുമോ? ആളുകൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് എല്ലാവിധ ചപ്പും ചവറും വലിച്ചെറിയുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ആര്? റോമക്കാര്. കാരണം റോമക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരോടുള്ള അവരുടെ അരിശം, അവരുടെ ദേഷ്യം മുഴുവൻ തീർത്തത് അവർ ആ പാറയോടാണ്. കാരണം വെച്ചാൽ അത് അവരുടെ ഖിബലയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും മോശമായി കണ്ടു. അവരെത്രത്തോളം അപമാനിക്കാമോ അപമാനിച്ചോ. ഒരു കുപ്പത്തൊട്ടിയാക്കി അവരതിനെ മാറ്റിയെന്നാണ് റോമക്കാര്. ആ കുപ്പത്തൊട്ടിയാക്കി മാറ്റുമെന്ന് മാത്രമല്ല, ചരിത്രത്തിൽ വളരെ മോശമായ രൂപത്തിലാണ് റോമക്കാര് ആ പാറയോട് അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളോട് ചെയ്തത് എന്ന് കാണാൻ കഴിയും. എത്രത്തോളം ഹൈലുള്ള സ്ത്രീകൾ പോലും, ആർത്തവമുള്ള സ്ത്രീകൾ പോലും അവരുടെ ഹൈദിന്റേതായ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ആ പാറയിൽ തേച്ച് പിടിപ്പിച്ച് ജൂതന്മാരോടുള്ള ദേഷ്യം തീർക്കുമായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ആ രൂപത്തിൽ മലീമസമായി കിടന്ന, അഴുക്കുചാലായി കിടന്നിരുന്ന ആ പാറ മുഴുവനും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ തട്ടമെടുത്തിട്ടുകൊണ്ടാണ് ചപ്പ് ചവറുകൾ അതിലേക്ക് വാരിയിട്ടെടുത്തു കൊണ്ടുപോകുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വഹാബത്ത് ഒന്നടങ്കം ചേരുകയാണ്. എന്നിട്ട് അത് മുഴുവനും വൃത്തിയാക്കുകയാണ്. ആ പരിസരം മുഴുവൻ വൃത്തിയാക്കുകയാണ്. ആ പാറയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളത് കൊണ്ടല്ല, ആ പാറയ്ക്ക് ഒരു പ്രത്യേകതയും ഇല്ല. ആ പാറയ്ക്ക് എന്തെങ്കിലും ഒരു ഫദ്ല് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനാറുൽ മുനീഫിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വകുല്ലു ഹദീസ് ഫിസ് സഖറത്തി ഫഹുവ കദിബുൻ മുഫ്തറാ, തീർച്ചയായും ആ പാറയുടെ പ്രത്യേകത പറയുന്ന ചില റിപ്പോർട്ടുകൾ കാണാം. അത് മുഴുവനും കെട്ടിച്ചവച്ചുണ്ടാക്കിയതാണ്, കള്ള ഹദീസുകളാണ്, വ്യാജ നിർമ്മിതികളാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. കൂട്ടത്തിൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരിസരം മുഴുവനും വൃത്തിയാക്കി വിശ്വാസികളായ ആളുകൾ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പരിപാലിക്കുകയാണ്. ആ നാട് പരിപാലിക്കുകയാണ്. ഒരു ക്രൈസ്തവനും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, മറ്റു വിശ്വാസികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ഒരാളെയും അപമാനിക്കാതെ, ഒരു രക്തവും ചൊരിയാതെ വിശ്വാസികളായ ആളുകൾ റോമക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് റോമൻ സൈന്യത്തെ തുരത്തിക്കൊണ്ട് വളരെ നന്നായി പരിപാലിച്ചു പോരുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയൊന്നും ജൂതനൊരു റോളുമില്ല. ജൂതൻ കടന്നു വരുന്നില്ല. ജൂതനുമായി യുദ്ധമില്ല. ജൂതനുമായി ആ രംഗത്ത് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കാരണമെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഒരിടവുമില്ല ജൂതന്, ഒരു കടന്നുവരവുമില്ല ജൂതന്. സഹോദരങ്ങളെ, ആ രൂപത്തിൽ സ്വസ്ഥമായി സുന്ദരമായി രക്തച്ചൊരിച്ചിലില്ലാതെയാണ് വിശ്വാസികളായ ആളുകൾ രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് ബൈത്തുൽ മുഖദ്ദസ് അവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതെങ്കിൽ
ലോകത്തിന്നു വരെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധമായ മണ്ണിനെ പരിപാലിക്കുമ്പോഴും ആ മണ്ണിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഹറമിന്റെ പരിശുദ്ധിയോടെ പരിശുദ്ധമായ രൂപത്തിലാണ് അവർ കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഇസ്രയേലിന്റെ നരനായാട്ടിനെ നമ്മൾ മനസ്സിലാക്കാൻ. അവരുടെ മാനസികമായ അവരുടെ മനസ്സിന്റെ അഴുക്ക് എത്രമാത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ, ഇന്നവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം 1400-ലധികം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടവിടെ. 1400-ലധികം വർഷങ്ങളുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലൊന്നും യഹൂദി അവിടെ കടന്നു വരുന്നില്ല, ജൂതൻ അവിടെ കടന്നു വരുന്നില്ല. നേരെ മറിച്ച് സ്വസ്ഥമായി ഏറ്റവും നല്ല രൂപത്തിൽ അവിടെ എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയത്. ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാര്യം അത് മനുഷ്യന്റെ ഭൂമിയാണ്, മനുഷ്യരുടേതാണ്. അവിടെ പ്രവാചകന്മാരുണ്ട്, അവിടെ യഹൂദികളുണ്ട്, നസ്വാറാക്കളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ്, എല്ലാവരെയും അവരുടേതായ ആരാധനാ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പോയത്. ആ നാട്ടിൽ രക്തപ്പുഴ ഒഴുക്കുവാനോ മനുഷ്യരെ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ഒന്നും ഇസ്ലാമിക സമൂഹം അവരുടെ അജയ്യമായ കാലഘട്ടത്തിൽ ഒരിക്കലും അവരുടേതായ കരുത്ത് കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഫലസ്തീൻ പ്രശ്നങ്ങളെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗങ്ങളിലേക്ക് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കടന്നു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് ഈമാനികമായ അഭിനിവേശത്തോടെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് മുന്നോട്ട് പോകാൻ, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മൾ വിജയികളായി തന്നെ നിലനിൽക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഫലസ്തീൻ നമ്മളോട് വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, അൻതുമുൽ അഅലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജയത്തിന്, നമ്മുടെ ഉയർച്ചക്ക്, നമ്മുടെ നേട്ടങ്ങൾക്ക് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിങ്ങൾ ആഖിറത്തിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകൂ, നിങ്ങളുടെ ദുനിയാവ് ഏറ്റവും ഹൈറായി തീരും, ഏറ്റവും ഉത്തമമായി തീരുമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കേവലം ഒരു രാഷ്ട്രീയ ഇഷ്യൂവായി ഫലസ്തീനെ കണ്ടൊരു കേവല വികാര പ്രകടനത്തിനപ്പുറത്ത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടായി ആ ഖുദ്സ് എന്ന മണ്ണിനെ മാറ്റിയെടുക്കണം. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് കൂടുതൽ ഹദീസുകളിലൂടെ ഇനി മനസ്സിലാക്കാൻ കഴിയും, ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്കത് വിശദീകരിക്കാൻ കഴിയും, ജൂതന്റെ കള്ളക്കളികളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കണമെന്ന് ഉണർത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.